നമ്മൾ സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ അതുപോലെ നമ്മൾ ഈ പറയുന്ന ജനറേറ്ററും ട്രാൻസ്ഫോമറും എങ്ങനെ സെലക്ട് ചെയ്യാം, അതിന്റെ റേറ്റിംഗ് ഒക്കെ എങ്ങനെ എഴുതിയേക്കുന്നത് ആ ഒരു ബേസിക് ക്ലാസ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെലക്ഷൻ ഓഫ് കേബിൾസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഡിവൈസസ്, അതായത് നമ്മൾ എച്ച് ടി സൈഡിലോട്ട് വരുമ്പോൾ അവിടെ ഏതൊക്കെ പ്രൊട്ടക്ഷൻ ഡിവൈസ് നമ്മൾ എൽ ടി സൈഡ് നോക്കിയപ്പോൾ നമ്മൾ എൽ ടി സൈഡിൽ നമ്മൾ എം സി ബി അതുപോലെ ആർ സി സി ബി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് എൽ ടി സൈഡ് തന്നെ, പക്ഷേ നമ്മൾ കുറച്ചും കൂടെ എം സി ബി അല്ലാതെ കുറച്ചും കൂടെ ഹയർ റേറ്റിംഗ് ഉള്ള പ്രൊട്ടക്ഷൻ ഡിവൈസസ് എന്തൊക്കെയാണെന്നും ഏത് ടൈപ്പ് കേബിൾസ് ആണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് പാനൽ ബോർഡിലേക്കും പാനൽ ബോർഡിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം മെയിൻലി നമ്മൾ നോക്കുന്ന പ്രൊട്ടക്ഷൻ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് എം സി സി ബി. ഇത് പറയുന്നത് മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് വിളിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ നമ്മൾ നേരത്തെ പഠിച്ച എം സി ബിസ് നമ്മൾ എടുത്തപ്പോൾ ആ എം സി ബിസ് എങ്ങനെയാണ്, നമ്മൾ C6 ആംപിയർ അല്ലെങ്കിൽ നമ്മളൊരു ഐസൊലേറ്റർ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വാല്യൂ വരുന്നത് 6 ആംപിയർ. അല്ല ഇനി ആർ സി സി ബിയോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുന്നത്, 6 ആംപിയർ അല്ലെ 10 ആംപിയർ എന്നും പറഞ്ഞ് എഴുതിപ്പോ. പക്ഷേ ഈ എം സി സി ബിസ് വരുമ്പോൾ അതിനൊരു പ്രത്യേകതയുള്ളത്, ആ എം സി സി ബിസിന് അതിന്റെ ഒരു റേറ്റഡ് കറണ്ട് കാണും. അതായത് ആ ഡിവൈസ് എന്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഏത് റേറ്റിംഗ് കറണ്ടിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമുക്ക് 100 ആംപിയറിന്റെ ഒരു എം സി സി ബി ഉണ്ട്. ഈ 100 ആംപിയർ എന്ന് പറയുന്നതായിരിക്കും ആ ഡിവൈസിന്റെ റേറ്റഡ് കറണ്ട് എന്ന് പറയുന്നത്. ഈ 100 ആംപിയറിന്റെ ഡിവൈസിൽ നമുക്ക് ഈ ഡിവൈസ് എപ്പം ട്രിപ്പ് ആകണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ സെറ്റ് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നതാണ് അതിന്റെ സെറ്റ് വാല്യൂ, അല്ലെങ്കിൽ ചില ഇതിൽ നമ്മൾ വിളിക്കും ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ്. അതായത് നമ്മൾ ഈ 100 ആംപിയറിന്റെ എം സി സി ബി എനിക്കൊരു 80%, ഒരു 80 ആംപിയറിൽ എനിക്ക് ട്രിപ്പ് ആകണം എന്നുണ്ടെങ്കിൽ എനിക്കത് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ എം സി ബി നമുക്ക് പല കറണ്ട് സെറ്റിങ്സിൽ, അത് നമുക്കങ്ങനെ നമുക്ക് 85, 83, 84 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ എം സി സി ബിക്ക് അകത്ത് ഒരു മൾട്ടിപ്ലയർ കാണാം. മൾട്ടിപ്ലയർ ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ. ഇത് കണ്ടോ, ഈ ഒരു മൾട്ടിപ്ലയർ സെറ്റപ്പ് ആണ്. ഈ മൾട്ടിപ്ലയർ സെറ്റപ്പിൽ നമുക്ക് ഇതിന്റെ റേറ്റിംഗ് എത്ര വേണമെന്നുള്ള സെറ്റ് ചെയ്യാം. അതിന്റെ കുറച്ചും കൂടെ അടുത്തുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ ആ മൾട്ടിപ്ലയറിൽ കാണും അതിന്റെ പെർസെൻറ്റേജ് എത്ര സെറ്റ് ചെയ്യണം. അത് നോക്കുമ്പോൾ അതിൽ കാണാം 0.4, 0.6, 0.7, 0.8, 1 എന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്ലയർ വാല്യൂ ആണ്. അപ്പം ഈ മൾട്ടിപ്ലയറിന്റെ ഹെഡ് എവിടാണോ കിടക്കുന്നത്, ആ ഒരു ഡിവൈസ് ആ റേറ്റഡ് കറണ്ടിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ, അതായത് 100 ആംപിയർ ആണെങ്കിൽ അതിന്റെ 60%, അതായത് 60 ആംപിയറിലായിരിക്കും അത് ട്രിപ്പ് ആകുന്നത്. ഇനി അത് 0.7 ആണ്, 70 ആംപിയർ. അപ്പൊ ആ മൾട്ടിപ്ലയർ സെറ്റിംഗ് അനുസരിച്ച് നമുക്ക് ഈ റേറ്റഡ് കറണ്ട് ഉള്ള പർട്ടിക്കുലർ എം സി സി ബിയെ നമുക്ക് അതിന് പല കറണ്ട് വാല്യൂസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊരു കാര്യം. അത് എന്താ നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളിനി ആ ഫ്യൂച്ചർ ലോഡിൽ കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഫ്യൂച്ചർ ലോഡ് കണ്ടുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ലോഡ് പിന്നീട് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിലും നമുക്ക് എന്താണ് അവിടെ ആ എം സി സി ബി ചേഞ്ച് ചെയ്യേണ്ട വരത്തില്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, അങ്ങനെ ഫ്യൂച്ചറിൽ നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ കേബിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്യേണ്ടി വരും. പിന്നെ എപ്പോഴും നമ്മളൊരു 20 to 30% എപ്പോഴും നമ്മൾ ഫ്യൂച്ചർ ലോഡ് എപ്പോഴും ഇടുമെന്ന് ഉദ്ദേശിച്ചാൽ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ഇടണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ സൈറ്റുകളിലൊക്കെ ചെയ്യുമ്പോൾ ഒരു 20% നമ്മൾ എപ്പോഴും ഒരു ഫ്യൂച്ചർ ലോഡ് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു സൈറ്റ് പണിത് തുടങ്ങി അത് വർക്കിംഗ് ആയി കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും വേറെ പുതിയ മെഷീനറിയോ എന്തെങ്കിലുമൊക്കെ വരുന്നത്. നമുക്കങ്ങനെ ഒരുപാട് വലിയ ചേഞ്ചസ്, അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു 1000 kVA, 1000 kVA ആണ് അവിടുത്തെ കോൺട്രാക്ട് ഡിമാൻഡ് അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് ഡിസൈൻ ചെയ്തതെങ്കിൽ അത് നമുക്ക് 2000 ആക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു 1100 1200 വരെയൊക്കെ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ 20% നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ ഒരു ഫ്യൂച്ചറിലൂടെ ഉള്ളത് കൊണ്ടാണ് ഈ സെറ്റ് വാല്യൂ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണെന്നല്ല, നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ കാലപ്പഴക്കം വന്ന് ഡിവൈസസും എന്താണ് ഇൻഡക്ഷൻ ടൈപ്പ് ഒക്കെ ഡിവൈസസ് ആണെങ്കിൽ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുക അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴും നമുക്ക് ആ സെറ്റിംഗ് മാറ്റിക്കൊണ്ട് നമുക്ക് ആ കംപ്ലീറ്റ് സിസ്റ്റം മാറ്റാതെ നമുക്ക് അതിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നുള്ള അടുത്ത ടൈപ്പാണ് സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസ്, എസ് ഡി എഫ് എന്ന് പറയും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് എസ് ഡി എഫ് എന്ന് പറയുന്നത്.
ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ സാധാ നമ്മുടെ വീട്ടില് നമ്മള് കിറ്റ് കാറ്റ് ഫ്യൂസ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ആ കിറ്റ് കാറ്റ് ഫ്യൂസിനകത്ത് നമ്മളൊരു കമ്പി എന്താണ് മിക്കവാറും കോപ്പർ വയർ ഇട്ടിട്ട് അത് നമ്മൾ കെട്ടും. കെട്ടിയിട്ട് അത് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ആ കോപ്പർ വയർ പിന്നെ നമ്മൾ കെട്ടും. ഇതാ നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ കോപ്പർ അല്ല ഉപയോഗിക്കേണ്ട അതൊരു അലോയ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ പേര് അന്നും ഞാൻ നോക്കാമെന്ന് പറഞ്ഞു മറന്നുപോയി. അപ്പം അപ്പൊ അത് നമ്മളിങ്ങനെ ഇത് ഇവിടെ ബ്രേക്ക് ആകുമ്പോൾ വീണ്ടും നമ്മൾ പുതിയത് അവിടെ നമ്മൾ കെട്ടും. പിന്നെയും ബ്രേക്ക് ആകും. ഇതേ മെക്കാനിസം തന്നെ ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ ബ്രേക്ക് ആകുന്നത് ഈ കൊടുത്തേക്കുന്ന ഫ്യൂസ് ആയിരിക്കും. ഇപ്പൊ നോക്കി ഇതിൽ എഴുതിയിട്ടുണ്ട് 125 ആംപിയർ. അപ്പൊ ഇത് 125 ആംപിയറിന്റെ ഫ്യൂസാണ്. അപ്പൊ എന്താ പറ്റുന്നത്? ഇതിനകത്തൂടെ 125 ആംപിയറിന് മുകളിലുള്ള കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ പറയുന്ന ഡിവൈസ് ബ്രേക്ക് ആവും. ഈ ഡിവൈസ് ബ്രേക്ക് ആകുമ്പോൾ എന്താ ഇത് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുക. ഇത് നമ്മൾ റിമൂവ് ചെയ്യുക. പുതിയതിനെ നമ്മൾ ആഡ് ചെയ്യുക. ഇതാണ് സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസ്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ വരയ്ക്കുമ്പോൾ ഒരു സ്വിച്ചും കാണും, നമുക്കൊരു ഫ്യൂസും കാണും. ഇപ്പം ഇത് 100 ആംപിയർ ആണ് ഈ ഈ പറയുന്ന സ്വിച്ചിന്റെ വാല്യൂ എങ്കിൽ ഈ 100 ആംപിയറിന്റെ തൊട്ട് താഴെയുള്ള ഫ്യൂസേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അതായത് നമ്മൾ 100 ആംപിയറിന്റെ സ്വിച്ച് 100 ആംപിയറിന്റെ 100 ആംപിയറിന്റെ സ്വിച്ച് 100 ആംപിയറിന്റെ ഫ്യൂസ് നമ്മൾ യൂസ് ചെയ്യില്ല. അതിന്റെ തൊട്ട് താഴത്തെ വാല്യൂ ഉള്ള ചിലപ്പോൾ 63 അല്ലെങ്കിൽ 80 ആംപിയർ ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ഈ ഫ്യൂസിനേക്കാൾ വലിയ വാല്യൂ ഇവിടെ ഇതിനേക്കാൾ വലിയ വാല്യൂ വരരുതെന്ന് പറയാൻ കാര്യം ഈ സ്വിച്ച് ആണ് മെയിൻലി ഇതിനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ സ്വിച്ച് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ സ്പാർക്കിംഗ് ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് സ്വിച്ചിന്റെ വാല്യൂ എപ്പോഴും മുകളിലായിരിക്കണം ഈ ഫ്യൂസിനേക്കാൾ. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഏത് സിംഗിൾ ലൈൻ ഡയഗ്രം എടുത്താലും ചിലപ്പോൾ നമ്മൾ 400 ആംപിയറിന്റെ സ്വിച്ച് ആയിരിക്കും യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിന്റെ കണക്റ്റഡ് ഫ്യൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 315 ആംപിയർ ആയിരിക്കും, അല്ലെങ്കിൽ 250 ആംപിയർ ആയിരിക്കും. അതെപ്പോഴും മനസ്സിൽ വെച്ചോണം. അതൊരിക്കലും നിങ്ങൾ ഒരിക്കലും 400 ആംപിയറിന്റെ എടുത്തിട്ട് 630യുടെ വ്യൂസ് കൊണ്ടുപോയി വെക്കരുത്. അല്ല, നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും അത് വളരെ റെയർ കേസിലേ അത് തമ്മിൽ മാച്ച് ആവുള്ളൂ. അപ്പൊ ഇതാണ് സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ സ്വിച്ച് ഡിസ്കണക്റ്റഡ് യൂണിറ്റ് അല്ലെ സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് റേറ്റഡ് കറണ്ട് കാണും, പിന്നെ ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് ആണ് ഒബ്വിയസ്ലി കാണും. എന്താ ഈ എം സി സി ബിയുടെ കേസ് എടുത്തപ്പോൾ എന്താണ് ഈ ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അവിടെ ട്രിപ്പ് ആയി കഴിഞ്ഞപ്പോൾ എം സി ബി ഓൺ ആക്കിയാൽ മതി. അതായത് ഈ എം സി ബിക്ക് ഇപ്പൊ ഈ കാണുന്ന എം സി ബിക്ക് 3 പോയിന്റ് ഉള്ളത്. ഇത് ഓൺ ആണ്, ഇത് ഓഫ് ആണെങ്കിൽ ഇതിന്റെ ട്രിപ്പ് പൊസിഷൻ കാണും. ഈ ട്രിപ്പ് പൊസിഷൻ ഈ നടുക്കത്തെ പൊസിഷൻ ആയിരിക്കും, നടുക്ക് വന്ന് കിടക്കും. അപ്പൊ നമുക്ക് പിന്നെ പോയി അത് ഒന്നുകിൽ ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം. പക്ഷേ സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസിന്റെ കേസിൽ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഫ്യൂസ് നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഇതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ്. പക്ഷേ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് ഈ സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചീപ്പർ ആണ് ഈ എം സി സി ബി വെച്ച് നോക്കുമ്പോൾ. സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസ് കുറച്ചും കൂടെ ചീപ്പർ ആണ്. സോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഈ കേബിളിന്റെ സെൻഡിങ് എൻഡിൽ നമ്മൾ എം സി സി ബി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം റിസീവിങ് എൻഡിൽ നമ്മൾ സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസ് കൊടുക്കും. അല്ലെങ്കിൽ സെൻഡിങ് എൻഡിൽ നമ്മൾ സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ റിസീവിങ് എൻഡ് എം സി ബി കൊടുക്കും. അത് നമ്മുടെ ഡിസൈനും പിന്നെ അതുപോലെ നമ്മുടെ കോസ്റ്റും ഒക്കെ അനുസരിച്ച് നമ്മൾ തീരുമാനിക്കും അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. പിന്നെ അടുത്തതുള്ളത് എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയും. എയർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ഈ ഇതിന്റെ എല്ലാം കാര്യം പറയുമ്പോൾ ഇതിന് എന്താ ഇങ്ങനെ പല പല പേരുകൾ വരുന്നതെന്ന് ചോദിച്ചാൽ ഈ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മുടെ ഏത് ഡിവൈസ് ആണെങ്കിലും എം സി ബി ആയിക്കോട്ടെ, നമ്മുടെ എയർ സർക്യൂട്ട് ബ്രേക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെറും നമ്മുടെ എന്താ സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസ് ആയിക്കോട്ടെ, നമ്മളൊരു സർക്യൂട്ടിൽ കൂടെ നമ്മുടെ ചാർജസ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ ചാർജസ് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ഈ ചാർജസിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഇതിന്റെ ഒരു ചെറിയൊരു ഏരിയയിൽ നമുക്ക് ഇവിടെ ഒരു എയർ ഉണ്ടല്ലേ? ഈ പറയുന്ന എയർ ആ ഒരു ചെറിയൊരു ഭാഗത്തുള്ള എയർ ജസ്റ്റ് ക്ലോസ് ആവുന്നതിന് മുമ്പും ജസ്റ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പും ഈ ചാർജസ് ഇവിടെ വന്ന് നിൽക്കുക അല്ലെ? മാക്സിമം പൊട്ടൻഷ്യലി ഇവിടെ വന്ന് നിൽക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ ചെറിയ എയറിനെ പോലും അത് അയണൈസ് ചെയ്യാനുള്ള എന്താണ് ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ അയണൈസ് ആകുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും അവിടെ സ്പാർക്ക് ഉണ്ടാവും. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ അന്ന് എം സി ബിയുടെ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സ്പാർക്കിനെ കൊഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ആ കോപ്പർ ബ്രൈഡ്സ് എന്നും പറഞ്ഞ സാധനം. അതിന്റെ ആ എം സി ബിയുടെ അവിടെ കുറെ കോപ്പർ ബ്രൈഡ്സ് ഉണ്ടായിരുന്നല്ലോ. കോപ്പർ ബ്രൈഡ്സ് കൊടുത്തേക്കുന്ന അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ
നിങ്ങൾ ഏത് പ്രൊട്ടക്ഷൻ ഡിവൈസിനെ ആലോചിച്ചാലും ആ പ്രൊട്ടക്ഷൻ ഡിവൈസ് ഓൺ ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യാന്നാ പറയുന്നത്. ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സ്പാർക്കിനെ ഏത് രീതിയിലാണ് കൊഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സ്പാർക്കിനെ നമ്മൾ ഇല്ലാതാക്കുന്നതിനനുസരിച്ചാണ് ഓരോന്നും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ MCBസിൽ ഈ പറയുന്ന എന്താണ് ആ സ്പാർക്കിനെ നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന കോപ്പർ ബ്രൈഡ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എയർ സർക്യൂട്ട് ബ്രേക്കറിന്റെ കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എയർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അത് SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, അതാകുമ്പോൾ SF6 ആ യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കി SDF സ്വിച്ച് ഡിസ്കണക്ട് ഫ്യൂസ് ഒക്കെ ജസ്റ്റ് അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്പാർക്കിനെ കൊഞ്ചാനുള്ള മെക്കാനിസംസ് ഒന്നും ഇല്ല. ഇനിയിപ്പോ ഐസൊലേറ്റേഴ്സിന്റെ കേസ് എടുത്താൽ അപ്പം ഞാൻ പറഞ്ഞ എയർ സർക്യൂട്ട് ബ്രേക്കർ എടുത്താൽ ഈ MCCBയുടെ സെയിം കാര്യം തന്നെ. എന്താണ് റേറ്റഡ് കറണ്ടും കാണും, ഒരു ഫ്യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ്. പിന്നെ ഈ MCBസിയുടെ ഒക്കെ കേസിൽ, സോറി ACBയുടെ ഒക്കെ കേസിൽ നമുക്ക് മൾട്ടിപ്ലയർ അല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ് റേറ്റഡ് കറണ്ട് ഇൻപുട്ട് ചെയ്യാനൊക്കെയുള്ള മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മിക്കവാറും മൾട്ടിപ്ലൈസ് വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്തൊരു ചെറിയൊരു ഫ്യൂസ് കാണും, ആ ഫ്യൂസ് വാല്യൂ അനുസരിച്ചായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, നമുക്ക് റേറ്റഡ് കറണ്ടും കാണും, ഒരു ഫ്യൂസ് വാല്യൂയും കാണും, അല്ലെങ്കിൽ ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് കാണും. MCB ACB ഒക്കെ എടുക്കും. അപ്പൊ അതിന്റെ ബേസിക് കൺസെപ്റ്റ് ഇത് വെച്ച് ആലോചിച്ചാൽ മതി. എന്താ, ഒരു സ്വിച്ച് ഉണ്ട്, നമുക്ക് ഒരു ഫ്യൂസ് ഉണ്ട്. ഈ ഫ്യൂസ് നമ്മൾ വാങ്ങിച്ചിടുന്നത് MCB ACBയിലൊക്കെ നമുക്ക് ആ ഫ്യൂസ് വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. ആ സെറ്റ് ചെയ്ത് ട്രിപ്പ് ആയാൽ നമുക്ക് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയും ചെയ്യാം. SDF വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണം, ആ ഫ്യൂസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നുള്ളത് നമ്മുടെ ഐസൊലേറ്റേഴ്സ് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ച ഐസൊലേറ്റർ തന്നെ. വെറും അതിന് പ്രത്യേകിച്ച് റേറ്റഡ് കറണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പോഴും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ഐസൊലേറ്റേഴ്സ് ഒരിക്കലും സർക്യൂട്ട് ട്രിപ്പ് ആക്കില്ല. അതായത് ഓവർ കറണ്ട് വന്നാലോ ഓവർ വോൾട്ടേജ് വന്നാലോ ഒന്നും ഐസൊലേറ്റർ സർക്യൂട്ട് ട്രിപ്പ് ആക്കില്ല. അതുകൊണ്ടാണ് അതിന് റേറ്റഡ് കറണ്ട് മാത്രമുള്ളത്. ഇപ്പൊ ഒരു 63 ആംപിയറിന്റെ ഐസൊലേറ്റർ അവിടെ വെച്ചേക്കുന്നെങ്കിൽ ആ 63 ആംപിയറിന്റെ ഐസൊലേറ്റർ അവിടെ വെച്ചേക്കുന്നതിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ 63 ആംപിയർ നമ്മൾ ഇതിനകത്തൂടെ കടത്തി വിടുമ്പോൾ ഇതിനെ മേക്ക് ചെയ്യുമ്പോഴോ, ഈ സർക്യൂട്ടിനെ മേക്ക് ചെയ്യുമ്പോഴോ ബ്രേക്ക് ചെയ്യുമ്പോഴോ, അതായത് സർക്യൂട്ടിനെ ഓൺ ആക്കുമ്പോഴോ ഓഫ് ആക്കുമ്പോഴോ അവിടെ നമുക്ക് ആ 63 ആംപിയർ വരാണെങ്കിൽ ഇവിടെ സ്പാർക്കിംഗ് വരാതെ നമുക്ക് സേഫ് ആയിട്ട് ഇതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ആ ഒരൊറ്റ മീനിങ് മാത്രമേ ഉള്ളൂ ഐസൊലേറ്ററിന്. അതായത് ജസ്റ്റ് ടു മേക്ക് ഓർ ബ്രേക്ക് എ സർക്യൂട്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിന്റെ ട്രിപ്പിംഗ് ക്യാരയോ അല്ലെങ്കിൽ ഓവർ കറണ്ട് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് പ്രശ്നങ്ങൾക്കോ ഒന്നും ഐസൊലേറ്റർ റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഡിവൈസസ് വരുന്നത്. അതായത് ഇനി ഒരുപാട് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഉണ്ട്, പക്ഷെ നമുക്ക് പഠിക്കേണ്ട നമ്മുടെ ബിൽഡിംഗ് ഡിസൈനിനകത്ത് നമ്മൾ മെയിൻലി കാണുന്ന ആൾക്കാരെ ഇതിനകത്ത് ഞാൻ പരിചയപ്പെടുത്തി എന്നുള്ളേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്ന വഴി, ഇനി പോകുന്ന വഴി ഇനി വേറെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പറയാം. പക്ഷെ നമ്മൾ മെയിൻലി ബിൽഡിംഗ് ഡിസൈൻ നമുക്ക് ഇത്രയൊക്കെ ആൾക്കാരെ കാണത്തുള്ളൂ. MCB, RCB, പിന്നെ ഐസൊലേറ്റർ, ACB, SDF, MCCB, ഇതൊക്കെ നിങ്ങൾ കാണാൻ ചാൻസ് ഉള്ളൂ. പിന്നെ കുറച്ച് റിലേസ് ഒക്കെ വരും, അതൊക്കെ നമുക്ക് പിന്നെ വരും വഴി നമുക്ക് കാണാം. അത് ട്രാൻസ്ഫോമറിന്റെ ഒക്കെ എന്താണ് ഈ ഡിസൈൻ പഠിപ്പിക്കുന്ന സമയത്ത് ആ സിംഗിൾ ലൈൻ ഡയഗ്രത്തിന്റെ ഒക്കെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. ഇതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇതിൽ കൊടുത്തേക്കുക. അതായത് MCBs ആണെങ്കിൽ, MCCB ആണെങ്കിൽ ഈ രീതിയിലായിരിക്കും നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ വരുന്നത്. 630 എന്ന് പറയുന്ന അതിന്റെ റേറ്റഡ് കറണ്ട് ആയിരിക്കും. ഇത് സെറ്റ് അത് നമ്മൾ പെർസെന്റേജ് വെച്ച്, മൾട്ടിപ്ലയർ പെർസെന്റേജ് വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസ് വരുമ്പോൾ എന്താണ്, നമുക്ക് റേറ്റഡ് കറണ്ടും ഉണ്ട്, ഇതേപോലെ തന്നെ നമുക്കിവിടെ ഫ്യൂസ് നമ്മൾ സെപ്പറേറ്റ്, ഞാൻ പറഞ്ഞില്ല ഫ്യൂസ് നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും അതിൽ കൊടുക്കുന്നത്. ആ ഫ്യൂസ് ബ്ലോ ആയി കഴിഞ്ഞാൽ അത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ കേസിൽ വേണ്ട, നമുക്ക് ട്രിപ്പ് പൊസിഷനിൽ വരും. ആ ട്രിപ്പ് പൊസിഷനിൽ നിന്ന് നമുക്ക് ഓൺ ഓഫ് പൊസിഷനിലേക്ക് അതിനെ നമുക്ക് മാറ്റിയിടാൻ പറ്റും. ഇനി ACBസിന്റെ കേസ് എടുത്താലോ, ഇവിടെ 1000 ആംപിയർ ആണ് സെറ്റ് അറ്റ് 630. അതും ഈ പറഞ്ഞ പോലെ ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ്. അപ്പം ഈ ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗിനെയാണ് നമ്മൾ ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഈ ക്ലാസ്സുകളിൽ നമ്മൾ സെറ്റ് വാല്യൂ എന്ന് വിളിക്കും. അതായത് ഒരു ഡിവൈസ് എടുത്താൽ നമ്മൾ എന്താ പറയാ, ഇനി MCCB എടുത്താല് അല്ലെങ്കിൽ SDF എടുത്താല് അല്ലെങ്കിൽ ACB ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിന്റെ റേറ്റഡ് കറണ്ട് എത്രയാണ്, ഇതിന്റെ സെറ്റ് വാല്യൂ എത്രയാണ്, ഇതായിരിക്കും ഇനി നമ്മൾ നോക്കുന്നത്. സെറ്റ് വാല്യൂ റേറ്റഡ് കറണ്ട്. സെറ്റ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട്സ് എ ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് ഓഫ് ദ ഡിവൈസ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ രീതിയിലായിരിക്കും ഇതിനെ നമ്മൾ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ?
ജിഷ്ണു, അരുണേ, ക്ലിയർ അല്ലേ? യെസ് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പിന്നെ സാർ ആ എ സി ഡിയിൽ ഒരു സംശയമുണ്ട്. എ സി ഡിയിൽ പറഞ്ഞു. അത് നമ്മള് ഒരു ലിവറേജ് ചാർജ് ചെയ്യണ്ട, ചാർജിങ് ഡിസ്ചാർജിങ് തന്നെ ചെയ്തത് ആ സ്വിച്ചിനകത്ത്. അതെ അതെ, എ സി ബി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നമുക്കൊരു സ്പ്രിംഗ് ലോഡഡ് ആണ് എ സി ബി അതിലൊരു എന്ന് പറയുന്നത്. ഈ അത് സ്പ്രിംഗ് ലോഡ് അതിനെ കുറിച്ച് നിർത്തി തരുമോ? അത് ഈ കണ്ടു. സ്പ്രിംഗ് ലോഡ് വെച്ചിട്ട് അത് അതിനെ നമ്മൾ ചാർജ് ചാർജ് ചെയ്യും. ആ അത് നമ്മൾ ചാർജ് ചെയ്ത സ്പ്രിങ് മാക്സിമം ഇത് ഈ എ സി ബി നിങ്ങൾ അത് എന്താണ് പറയുന്നത്, നിങ്ങളെ സൈറ്റിൽ അത് ചെയ്തിട്ടുണ്ടോ അത്? ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇപ്പൊ 2 ദിവസം ഇതിന്റെ വർക്കിലായിരുന്നു. ഓക്കെ. അപ്പം നമ്മൾ ട്രാൻസ്ഫോമർ ഫസ്റ്റ് ഇത് എ ട്രാൻസ്ഫോമർ സി ബി ജനറേറ്റർ നമ്മുടെ എ സി ബി നമ്മുടെ സൈറ്റിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെക്കാനിക്കൽ എനർജി, നമുക്ക് അതിനകത്തൊരു മെക്കാനിക്കൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താ സ്പ്രിംഗ് ലോഡ് ചെയ്യുന്നത്. അത് എന്താന്ന് വെച്ചാല് അതായത് മെക്കാനിക്കൽ എനർജി നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ട് ആ മോട്ടോർ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ ആ കാര്യം കൊണ്ടാണ് നമ്മൾ സ്പ്രിംഗ് ലോഡ് ചെയ്യുന്നത് അതിനെ. ഇതേ സിസ്റ്റത്തിൽ നമ്മുടെ ട്രാൻസ്ഫോമറിനകത്ത് വരുന്നുണ്ടല്ലോ ചാർജ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമറിന്റെ അകത്ത് ഇതുള്ള സിസ്റ്റം വരുന്നുണ്ടല്ലോ, ചാർജിങ് സിസ്റ്റം വരുന്നുണ്ടല്ലോ. ട്രാൻസ്ഫോമർ വയ്ക്കുമ്പോൾ ചാർജ് ചെയ്തിട്ട് വേണം ഓൺ ചെയ്യാൻ. ഇവരെ തിരിക്കണ്ടേ, റൊട്ടേറ്റിംഗ് ചെയ്തിട്ട് ചാർജിങ് ഡിസ്ചാർജിങ് ആക്കണ്ടേ? അത് എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ. ട്രാൻസ്ഫോമർ നമ്മൾ കമ്മീഷൻ ചെയ്യുന്ന സമയത്തെ കാര്യമാണോ ചോദിക്കുന്നത്? അതെ. കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാനൽ ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എ സി ബി നമ്മൾ ചാർജ് ചെയ്യും, സ്പ്രിംഗ് ലോഡ് ചെയ്യും. അത് പാനലിലോട്ട് പോകുമ്പോ അതിന് കംപ്ലീറ്റ് ട്രാൻസ്ഫോമർ കഴിഞ്ഞിട്ടൊരു പാനൽ വരുന്നുണ്ടല്ലോ, ട്രാൻസ്ഫോമറിനകത്ത് തന്നെ ചാർജിങ് കിടക്കുന്നുണ്ടല്ലോ. ട്രാൻസ്ഫോമർ കഴിഞ്ഞ് നമുക്ക് മെയിൻ പാനലിന്റെ കാര്യമാണോ പറയുന്നത്? മെയിൻ പാനൽ വരുന്നതാണ് എ സി ബി വരുന്നത്. ഇത് ചാർജിങ് ചെയ്യണം. മെയിൻ പാനലിനകത്ത് എ സി ബി വരുന്നത്. ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ അവിടുന്ന് കേബിൾ എടുത്ത് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് നമ്മുടെ പാനലാണെങ്കിൽ അവിടെ ആയിരിക്കും എ സി ബി വരുന്നത്. അതല്ലാത്തുള്ള എച്ച് ഡി എച്ച് ടി സൈഡ് പാനലിന്റെ കാര്യമാണോ പറയുന്നത്? എച്ച് ടി പാനലിന്റെ കാര്യമാണോ പറയുന്നത്? ടി ഒ ഡി മീറ്റർ വെച്ചേക്കുന്ന എച്ച് ഡി പാനൽ. പാനൽ അത് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡ്. ആ പ്രൈമറി സൈഡ് നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ എങ്ങനെ കമ്മീഷൻ ചെയ്യുന്നുള്ള പറഞ്ഞുതരാം കേട്ടോ. അത് ഞാൻ എൽ ടി സൈഡ് വന്നപ്പോഴാണ് എനിക്ക് സംശയം വന്നത്. അത് ട്രാൻസ്ഫോമറിന്റെ എച്ച് ടി സൈഡിൽ നമ്മൾ പി ടിയും സി ടി ഒക്കെ വെച്ചിട്ട് അവിടെ വാക്വം സർക്യൂട്ട് ബ്രേക്കർ വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് എച്ച് ടി സൈഡ്. അത് എച്ച് ടി സൈഡ് പ്രൊട്ടക്ഷൻ, 11 kV പ്രൊട്ടക്ഷൻ. അത് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ എടുത്തുതരാം സാർ. അതെ അതെ അതെ, അത് എച്ച് ടി സൈഡ് പാനലിന്റെ കാര്യം. അത് നമുക്ക് അവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞു. അതെ, ഓക്കെ. അപ്പം ക്ലിയർ ആണല്ലോ. നമുക്ക് ഇനിയിപ്പോ അടുത്തത് നമുക്ക് മെയിൻലി ഉള്ള കേബിൾസ്, അതായത് മെയിൻലി ഉള്ള കേബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കേബിൾസിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ മോസ്റ്റ് പോപ്പുലർ കേബിൾ ആണ് AYFI എന്ന് പറയുന്ന കേബിള്. അതിന്റെ കാരണം ഇറ്റ്സ് അലൂമിനിയം, കോസ്റ്റ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കേബിൾ AYFI ആണ്. പിന്നെ നല്ല റിലയബിൾ ആണ്. കാര്യം ഈ AYFIയുടെ ഫുൾ ഫോം തന്നെ അലൂമിനിയം കണ്ടക്ടർ PVC ഇൻസുലേറ്റഡ് സ്റ്റീൽ സ്ട്രിപ്പ് ആർമേഡ് PVC ഷീറ്റ് കേബിൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഇതിനകത്തുള്ള കണ്ടക്ടർ ഇത് കണ്ടോ, ഇതാണ് അലൂമിനിയം കണ്ടക്ടർ. ഓക്കെ, അലൂമിനിയം കണ്ടക്ടർ ആണ്. ഈ അലൂമിനിയം കണ്ടക്ടേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ PVC ഇൻസുലേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പുറത്ത് ഇതിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ സ്റ്റീൽ സ്ട്രിപ്പിന്റെ ആർമറിങ് കൊടുക്കുന്നുണ്ട്. ഇതാണ് സ്റ്റീൽ സ്ട്രിപ്പ് ആർമറിങ് എന്ന് പറയുന്നത്. ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് വീണ്ടും നമ്മളൊരു PVC ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഈ പറയുന്ന അലൂമിനിയം കണ്ടക്ടർ, PVC ഇൻസുലേറ്റഡ്, സ്റ്റീൽ സ്ട്രിപ്പ് ആർമേഡ്, ഈ പറയുന്ന PVC ഔട്ടർ ഷീറ്റ് എന്നുള്ള രീതിയിൽ അതിന്റെ പേര് വരുന്നത് AYFI. ഇപ്പൊ മെയിൻലി ഈ കേബിൾ നമ്മൾ സൈറ്റിൽ യൂസ് ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ കാണുന്ന ഒന്ന് 3.5 കോർ കേബിൾ കാണും, 4 കോർ കാണും, 3 കോർ കാണും. ഇതല്ലാതെ 2 കോറും ഉണ്ട്, സിംഗിൾ കോറും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻലി കാണുന്ന കേബിൾസ് ഒന്ന് 3.5 കോർ. 3.5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ, ഇതിന്റെ RYB ഇത് മൂന്നും ഒരു സൈസ് ആയിരിക്കും. ഓക്കെ,
അതായത് കുറച്ചും കൂടി എളുപ്പം പറഞ്ഞാല് നമ്മളിപ്പം എങ്ങനെയാ അത് എടുക്കുന്നത്? ഉം, ഞാൻ അതിന്റെ ചാർട്ട് ഒന്ന് കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ചാർട്ട് കാണിച്ചിട്ടില്ല. ഓക്കെ, അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിന്റെ ആ അത് അതായത് ഇത് 3.5 എന്ന് വിളിക്കാൻ കാര്യം ഇതിന്റെ 3 ഫേസ് ഒരേ സൈസ് ആയിരിക്കും. RYB ഒരേ സൈസ് ആയിരിക്കും. പക്ഷെ അതിന്റെ ന്യൂട്രൽ കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. നമുക്ക് ഹാഫ് എന്ന് വേണമെങ്കിൽ പറയാം. 3.5 കോർ കേബിൾസ് എന്ന് പറയുന്നത് RYB സെയിം സൈസ് ആയിരിക്കും. പ്ലസ് ന്യൂട്രൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മോസ്റ്റ് പ്രോബബ്ലി ഹാഫ് ഓഫ് ദ സൈസ് ആയിരിക്കും. അപ്പൊ ഇതാണ് 3.5 കോർ കേബിൾ എന്ന് പറയുന്നത്. ഈ 4 കോർ കേബിൾ എടുത്തു കഴിഞ്ഞാൽ RYB ആൻഡ് ന്യൂട്രൽ എന്ന് പറയുന്നത് സെയിം സൈസ് ആയിരിക്കും. ഇനി 3 കോർ കേബിൾ എടുത്താൽ അതിനകത്ത് ആറും വൈയും ബിയും മാത്രമേ കാണത്തുള്ളൂ. ഇത് നമ്മളെന്താണ് ഈ 3 ഫേസ് ലോഡ്സിന് വേണ്ടി നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ 3 കോർ കേബിൾസ്. നമ്മൾ 3.5 യൂസ് ചെയ്യാറുണ്ട്. 4ഉം 3 കോറും ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് A-Wi-Fi കേബിൾ. ഇതിനി XLP ആണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ 3.5 ഉണ്ട്, 4 ഉണ്ട്, 3 കോർ ഉണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലപ്പം നമ്മൾ സിംഗിൾ ആൻഡ് ഡയഗ്രം ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് എഴുതിയേക്കുന്ന കാണാം 2 റൺ 185 എന്ന് എഴുതിയേക്കുന്ന കാണാം, അല്ലെങ്കിൽ 2 ഇൻറ്റു 185 എന്ന് എഴുതിയേക്കുന്ന കാണാം. 2 ഇൻറ്റു 185 എന്ന് എഴുതിയ കാണുന്ന ചാർട്ട് നോക്കിയാൽ മതി. ചാർട്ടിൽ ഇതാ ഈ ചാർട്ട് നോക്കിയാൽ ഇതിന്റെ ലാസ്റ്റ് ഇതുണ്ട്. ഇത് ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. ഈ A-Wi-Fi കേബിളിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് 1.5 2.5 എന്ന് ഇങ്ങനെ എഴുതി പോയേക്കുന്നത്. മാക്സിമം 400 വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 2 ഇൻറ്റു 185, 2 ഇൻറ്റു 240, 3 ഇൻറ്റു 185 എന്നും പറഞ്ഞ് നമ്മൾ മേളിലോട്ട് എടുത്ത് പോയിക്കോ. 4 ഇൻറ്റു 400, 3 ഇൻറ്റു 400. അപ്പൊ ഇതെന്താണ് 3 ഇൻറ്റു എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ റൺസ് ആണ്. അതായത് ഈ കേബിള് നമുക്ക് 2 റൺ, നമ്മൾ 2 റൺ കേബിൾ ഇടുക. 2 റൺ കേബിൾ എന്ന് വെച്ചാൽ രണ്ട് നമ്മുടെ ഈ പറയുന്ന A-Wi-Fi കേബിളിനെ നമ്മൾ ഒരുമിച്ച് ഒരു ഡിവൈസിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാനലിലോട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസിലേക്ക് നമ്മൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇതിനെ 2 റൺ 185, അല്ലെ 2 റൺ, അതിനെ നമ്മൾ മിക്കവാറും 2 ഇൻറ്റു 400, 2 ഇൻറ്റു 185 എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന സിംഗിൾ ആൻഡ് ഡയഗ്രത്തിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഇതില് RYBN അതേപോലെ തന്നെ ഇത് ഫസ്റ്റ് കേബിള്, ഇത് സെക്കൻഡ് കേബിള്, ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും നമ്മൾ ട്രെഞ്ചിലൂടെ കൊണ്ടുപോയേക്കുന്നത്. അപ്പം 185 ഇൻറ്റു 2, അതായത് നമുക്ക് അവിടെ വേണ്ട ക്രോസ് സെക്ഷൻ ഏരിയ 370 ആന്ന് വെച്ചോ. പക്ഷെ നമ്മുടെ കയ്യിൽ 185 ഉള്ളൂ കേബിൾ. സോ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് 185 കേബിൾ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ ഫേസുകൾ തമ്മിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് ആ, ഈ പറഞ്ഞ സ്ഥലത്ത് ഇതുണ്ട്. ഫേസ് നമ്മൾ ഒരുമിച്ചാക്കും, ഫേസ് ഒരുമിച്ചാക്കും, ബി ഒരുമിച്ചാക്കും, ഇത് ഒരുമിച്ചാക്കും, ന്യൂട്രൽ ഒരുമിച്ചാക്കും. അപ്പൊ 2 ഇൻറ്റു 185. അപ്പൊ ചിലപ്പോൾ നമ്മൾ എഴുതുന്നത് 4 കോർ 2 ഇൻറ്റു 185 എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം ഒരു 4 കോർ A-Wi-Fi കേബിള്, 4 കോർ A-Wi-Fi 2 ഇൻറ്റു 185 എന്ന് എഴുതിയ അതിന്റെ അർത്ഥം 4 കോർ A-Wi-Fi കേബിള് നമ്മൾ 2 റൺ ഇട്ടിട്ടുണ്ട്, 185 ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള. അപ്പം 185 ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള 2 റണ്ണിന്റെ A-Wi-Fi കേബിൾ 4 കോർ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ സൈസ് വരുമ്പോൾ ആറിന്റെ സൈസ് എത്രയായി, വൈയുടെ സൈസ് എത്രയായി, ബി എത്രയായി, ന്യൂട്രൽ എത്രയായി. അപ്പൊ ഇതെല്ലാം നമുക്ക് എത്രയായി, 185 ഇൻറ്റു 2 എന്ന് പറയുന്ന ക്രോസ് സെക്ഷൻ ഏരിയയിലോട്ട് നമുക്ക് ഈ ഒരു സൈസ് കിട്ടി. ഇതാണ് ഇതിന്റെ ബേസിക് കാര്യം. അത് നിങ്ങൾ സൈറ്റിൽ നിങ്ങൾ അല്ലെങ്കിൽ സിംഗിൾ ഡയഗ്രം കാണുമ്പോൾ അതിന്റെ റെപ്രസെന്റേഷൻ വരുന്ന 2 ബാർ 3 റൺ എക്സെട്ര എന്ന് പറഞ്ഞ് കൊടുത്തേക്കും. ചിലപ്പോൾ ഈ റണ്ണും എഴുതില്ല. ചിലപ്പോൾ നമ്മൾ 2R ഇൻറ്റു 185 എന്ന് കാണാം. ചിലപ്പം 4 കോർ ഇൻറ്റു 2 റൺ ഇൻറ്റു 185 എന്ന് എഴുതിയേക്കുന്നതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ 4C ഇൻറ്റു 2 ഇൻറ്റു 185 എന്നായിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം ഇത് നോക്കുക, ഇത് 4 കോർ ആണ്, ഇത് 2 റൺ ആണ്, 185 ആണ്. ഇനി അത് ചിലപ്പോൾ 3.5C എന്ന് എഴുതിയേക്കുന്നതാണ്. അത് 3.5C എന്ന് പറഞ്ഞാൽ 3.5 കോർ, അതായത് അത് 3.5 കോറിന്റെ A-Wi-Fi കേബിൾ ആണെന്നുള്ളത്
അതിൽ നമുക്ക് കാണാം. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇനി അടുത്തത് നമ്മൾ അറിയേണ്ടത്, നമ്മളൊരു കേബിൾ ഒരു ഡിസൈനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, ഒരു കേബിൾ നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്താലും നമ്മുടെ നമുക്കൊരു റൂളുണ്ട്. നമ്മുടെ മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് എത്ര ആകാമെന്നുള്ളതിന്റെ ഒരു റൂളുണ്ട്. അത് IEEEലുള്ള റൂള് പ്രകാരം മാക്സിമം 3%. അത് നമുക്ക് ആ 3% തന്നെ ആണെന്നുള്ളത് എപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രൊജക്ട് ചിലപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ 2.5 2% ആകാവുള്ളൂ. അത് ആ പ്രൊജക്ട് സ്കോപ്പ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. പക്ഷെ നമ്മൾ നോർമലി നോക്കുന്ന നോർമൽ ഡിസൈനിൽ നമ്മൾ 3% ആണ് സപ്ലൈ വോൾട്ടേജിന്റെ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് കേബിൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ഡിസൈനിൽ ഇടുമ്പോഴും, ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ പാനൽ ഒരു സ്ഥലത്തിരിക്കുന്നു. ആ പാനലിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ മാറിയിട്ടൊരു മോട്ടർ ഉണ്ട്. അപ്പൊ ഈ സ്ഥലത്തേക്ക് ഞാനൊരു കേബിൾ സെലക്ട് ചെയ്തു. ഞാനൊരു 35 സ്ക്വയർ എമ്മിന്റെ കേബിൾ ഞാൻ സെലക്ട് ചെയ്തു. ഒരു 3 കോറിന്റെ 35 സ്ക്വയർ എം കേബിൾ ഞാൻ സെലക്ട് ചെയ്തു. ഈ കേബിൾ സെലക്ട് ചെയ്താൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ചെക്കിംഗ് ആണ് ഇതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്, ഈ കേബിളിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ്. കേബിളിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇതിന്റെ സെൻഡിങ് എൻഡിലെ വോൾട്ടേജും റിസീവിങ് എൻഡിലെ വോൾട്ടേജും നമുക്ക് നോക്കി അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം ആ വോൾട്ടേജ് ഡ്രോപ്പ് സിംഗിൾ ഫേസ് ആണെങ്കിൽ നമ്മൾ 3% എടുക്കുക. എന്താണ്, എളുപ്പമാണ്. 3% എന്ന് പറഞ്ഞാൽ 230 ആണ് സിംഗിൾ ഫേസ്. ഈ 415 ആണ് നമ്മൾ 3 ഫേസ് വരുമ്പോൾ. അപ്പൊ ഇതിന്റെ 3% നമ്മൾ എടുക്കുക, ഈ 415 3% എടുക്കുക. ഇവിടെ എന്താണ്, ഈ 230യുടെ 3% എടുക്കുമ്പോൾ ഇത്ര വന്നു 6.9. നമുക്ക് ഈ 415ന്റെ 3% എടുക്കുമ്പോൾ നമുക്ക് 12.45. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, സിംഗിൾ ഫേസ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മളൊരു കേബിൾ ഇട്ടാൽ അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 6.9ന് എബവ് ആകാൻ പാടില്ല സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ. അതിന് 3 ഫേസ് സിസ്റ്റം ആണെങ്കിൽ 12.45ന് മേളിലാകാൻ പാടില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്റർ. അതായത് ഓരോ കേബിൾ മാനുഫാക്ചറിനും ഒരു ചാർട്ട് കാണും. ആ ചാർട്ടില് ആ പർട്ടിക്കുലർ കേബിൾ മാനുഫാക്ചർ ചെയ്തതിന് അവർ പല ടെസ്റ്റുകൾ എടുത്തിട്ട് അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്റർ എത്ര എന്നുള്ളത് ചാർട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ വേണ്ടത്, വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്ററിൽ നമുക്ക് വോൾട്ടേജ് ആ വേണ്ടത് അല്ലേ? അപ്പം വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്ററിനെ നമ്മൾ കറണ്ടും ആ ടോട്ടൽ ലെങ്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ്, ഈ പറയുന്ന മോട്ടർ 100 മീറ്റർ ദൂരെയാണ്. ഈ മോട്ടർ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, കറക്റ്റ് ഡിസൈൻ അല്ല, ഞാൻ എന്റെ രീതി പറയാം. 10 HP ഒരു മോട്ടർ ആണെന്ന് വയ്ക്കുക. അപ്പൊ 10 HP മോട്ടറിന് മാക്സിമം എത്ര കറണ്ട് ഇത് ഡ്രോ ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പൊ ആ കറണ്ട്, ആ മോട്ടർ ഡ്രോ ചെയ്യുന്ന കറണ്ട്, ഇപ്പം തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആ മോട്ടർ ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്ന് ഓർത്ത് വെക്കുക. പക്ഷെ കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ നമ്മൾ മെയിൻലി നോക്കുന്ന ഇവിടുത്തെ സെറ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അതായത് ഇവിടെ ഒരു MCCB വെച്ചിട്ടുണ്ടെങ്കിൽ ആ MCCBക്ക് ഒരു സെറ്റ് വാല്യൂ കാണുമല്ലോ, ആ സെറ്റ് വാല്യൂ ആയിരിക്കും നോക്കുന്നത്. ഇപ്പൊ തൽക്കാലം കൺഫ്യൂസ് ആവണ്ട. ആ ഡിവൈസ് എത്ര കറണ്ട് എടുക്കുന്നെന്ന് നോക്കുക. ആ കറണ്ട് ആ കറണ്ട് ഈ കേബിളിൽ കൂടെ ആണല്ലോ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ആ പാസ് ചെയ്ത് പോകുന്ന എത്ര, ഫുള്ള് പാസ് ചെയ്ത് പോകുന്നത് ഇവിടെ 100 മീറ്ററോളം ആണ് ഇത് പോകുന്നത്. അപ്പൊ എന്താ വേണ്ടേ, കേബിളിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്റർ, അത് നമുക്ക് കേബിളിന്റെ ചാർട്ടിൽ നിന്ന് കിട്ടും. ഞാൻ നേരത്തെ ഒരു ചാർട്ട് കാണിച്ചായിരുന്നല്ലോ. ഇതാ ഈ ചാർട്ടിൽ നോക്കിയാല് കണ്ടോ, വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്റർ, വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഓരോ ക്രോസ് സെക്ഷൻ ഏരിയ നോക്കുമ്പോഴും 50 സ്ക്വയർ എമ്മോ, ഓക്കെ, അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്റർ 1.3 ആണ്. ഇനി 150 സ്ക്വയർ എമ്മോ, അത് 0.45 ആണ്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് ഓരോന്നിന്റെയും വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്റർ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അപ്പൊ ഈ വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്ററിനെ നമ്മൾ കറണ്ടും അതേപോലെ ആ ലെങ്ത് ഓഫ് ദ കേബിളും കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. പക്ഷെ പ്രശ്നം എന്താ, വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ ചാർട്ടിൽ എന്തിലാ കിടക്കുന്നത്, മില്ലി വോൾട്ടിലാണ് കിടക്കുന്നത്. മില്ലി വോൾട്ടിനെ വോൾട്ടിലോട്ട് മാറ്റണ്ടേ. അതിന്റെ കാരണം എന്താ, നമുക്ക് സിംഗിൾ ഫേസ് സിസ്റ്റം ആണെങ്കിൽ 6.9 വോൾട്ട് അല്ല 6.9 മില്ലി വോൾട്ട് എന്നല്ല കിടക്കുന്നത്. അപ്പൊ എന്താണ് വേണ്ടത്, നമുക്ക് മില്ലി വോൾട്ടിലെ വോൾട്ടിലോട്ട് മാറ്റണം. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് വളരെ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മൾ 35 സ്ക്വയർ എമ്മിന്റെ കേബിൾ എടുത്തെങ്കിൽ ഇവിടെ നോക്കത്തെ
ഇവിടെ 35 സ്ക്വയർ എമ്മിന്റെ 3 ഓർ 3.5 കോറ എടുത്തേക്കുന്നെങ്കിൽ അതിന്റെ ഇത് നോക്കാം, വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംപിയർ പെർ മീറ്റർ 35ന് എത്ര വരുന്നത്? 1.8. അപ്പൊ എന്താ വേണ്ടേ? ഇവിടെ 1.8 ഇൻറ്റു നമ്മുടെ കറണ്ട് എത്രയാണ്? ആ മോട്ടർ ഇപ്പം എന്നാണ്, അപ്പൊ എത്ര ഒരു ഒരു 15 ആംപിയർ കറണ്ട് എടുക്കുന്നതെന്ന് നോക്കിയാൽ 15 ആംപിയർ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ 100 മീറ്റർ, അത് ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. ആ 1000 ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മൾ 3 ഫേസ് ആണെങ്കിൽ അത് 12.5ന് മുകളിൽ പോകാൻ പാടില്ല. സിംഗിൾ ഫേസ് ആണെങ്കിൽ നമ്മൾ 6.9 വോൾട്ടിന് മുകളിൽ പോകാൻ പാടില്ല. അപ്പം അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഞാനപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതിന് മുമ്പായിട്ട് നമുക്ക് എക്സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് 3 ഫേസ് ലോഡിന്റെ HP കാൽക്കുലേഷൻസ് കാര്യം എന്ന് പറയാം. ഇപ്പൊ നമ്മൾ 3 ഫേസ് ലോഡ്സ് എടുക്കുന്നെങ്കിൽ നമുക്ക് ഇത് നിങ്ങൾ അതായത് ബൈ ഹേർട്ട് ചെയ്യരുത്. നിങ്ങൾ പതുക്കെ 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 ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ അത് എപ്പോഴും വരണത്. നമുക്ക് ഇവിടെ ഏറ്റവും ഇവിടെ തുടങ്ങാം. നമുക്കൊരു ലോഡ് കറണ്ട് കണ്ടുപിടിക്കണം. ഈ സ്ഥലത്ത് കണ്ടു, ഇവിടെ ലോഡ് കറണ്ട് നമുക്ക് എടുക്കണം. ആ ലോഡ് കറണ്ട് കിട്ടുന്ന എവിടുന്നാന്ന് ചോദിച്ചാൽ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചായിരുന്നു. എന്താ, നമ്മുടെ കിലോ വാട്ടിനെ നമ്മൾ 1.74 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ലോഡ് കറണ്ട് കിട്ടുന്നത്. 3 ഫേസിന്റെ കാര്യത്തിൽ കേട്ടോ. കിലോ വാട്ടിനെ അതായത് ആക്റ്റീവ് പവറിനെ 1.74 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലോഡ് കറണ്ട് കിട്ടും. അപ്പൊ നമ്മുടെ 3 ഫേസ് ലോഡ് ചിലപ്പം കിടക്കുന്ന HP-യിലായിരിക്കും, അല്ലെങ്കിൽ കിടക്കുന്ന ടണ്ണിലായിരിക്കും. നമ്മൾ HP-യെ നമുക്ക് കിലോ വാട്ട് ആക്കണമെങ്കിൽ നമ്മൾ HP-യെ 0.746 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിലോ വാട്ട്സ് കിട്ടും. ടണ്ണേജിലാണെങ്കിൽ, അതായത് നമ്മുടെ AC ലോഡ്സ് ആണെന്ന് വെച്ചോ. അപ്പം 1 ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 0.9 to 1.5 വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതെന്താ ഒരു വേരിയേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ എഫിഷ്യൻസി ഓഫ് ദ മെഷീൻ. ഇപ്പൊ 5 സ്റ്റാർ റേറ്റഡ് ആണെങ്കിൽ അതിൽ കാണും 1 ടണ്ണേജ് എന്ന് പറഞ്ഞാൽ അത് ഇത്ര വാട്ട്സ് നിങ്ങൾക്ക് എടുക്കാം. ചിലപ്പോൾ 900 വാട്ട്സ് എന്നായിരിക്കും പറയുന്നത്. അല്ലെ ചിലപ്പോൾ 1 ടൺ, ചിലപ്പോൾ 3 സ്റ്റാർ ഒക്കെ AC ആണെങ്കിൽ ചിലപ്പോൾ പറയും 1.3 കിലോ വാട്ട്. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. നമ്മൾ സേഫർ സൈഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കൊണ്ട് നമുക്ക് ഓൾറെഡി മാനുഫാക്ചർ ആരാന്ന് അറിയാം, നമുക്ക് അവിടെ എന്ത് സപ്ലൈ കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാറ്റലോഗ് നോക്കി എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ 1 ടൺ ഒരു 1200 to 1500 ആയിരിക്കും നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ആക്റ്റീവ് പവറിലോട്ട് കൊണ്ടുവരാൻ ടൺ ആണെങ്കിൽ 0.9 to 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി HP ആണെങ്കിൽ 0.746 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്തായി? നമുക്കിവിടെ കിലോ വാട്ട് കിട്ടി. ഈ കിലോ വാട്ട് കിട്ടി അതിനെ 1.74 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ റേറ്റഡ് കറണ്ട് അല്ലെങ്കിൽ ലോഡ് കറണ്ട് നമുക്ക് കിട്ടി. ഇനി ഈ ലോഡ് കറണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ടൈപ്പ് ഇൻഡക്ഷൻ ലോഡ്സിനും നമുക്കൊരു സ്റ്റാർട്ടിംഗ് കറണ്ട് കാണും. നമ്മൾ ഏറ്റവും കൂടുതൽ മെയിൻലി നമ്മുടെ സൈറ്റുകളിൽ നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ഒന്ന് DOL, സ്റ്റാർ ഡെൽറ്റ, VFD, പിന്നെയും കുറേ ടൈപ്പ് ഉണ്ട്. സോഫ്റ്റ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, അങ്ങനെ പല സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ഫുള്ളും കൂടെ ഒക്കെ പറയാൻ പോയാൽ നമുക്ക് ഈ ക്ലാസ് എവിടെ തീരത്തില്ല. അതുകൊണ്ട് ഞാൻ മെയിൻലി കാണുന്ന 3 ടൈപ്പ് സ്റ്റാർട്ടേഴ്സിനെ മാത്രം എടുത്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റാർട്ടറിൽ പ്രത്യേകമായി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ, ഞാൻ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് DOL സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ, VFD, നമ്മൾ VFDs അതുപോലെ VVF ടൈപ്സ് അങ്ങനത്തെ എല്ലാ ടൈപ്പ് സ്റ്റാർട്ടേഴ്സ്, സോഫ്റ്റ് സ്റ്റാർട്ടേഴ്സ് എല്ലാം വരുന്ന VFDയുടെ കീഴിലുള്ള ആ ഒരു ഡിസൈൻ ക്രൈറ്റീരിയ തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ DOL സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിങ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, മോട്ടോർ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നു. DOL നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ വീട്ടിൽ ചിലപ്പോൾ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പൊ എനിക്ക് തോന്നുന്നു വീടുകളിലെല്ലാം നമ്മൾ ഡബിൾ പോൾ സ്വിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പണ്ട് കുറച്ച് നാൾ മുമ്പ് നമ്മളിങ്ങനെ പുഷ് ബട്ടൺ, ഗ്രീൻ ആൻഡ് റെഡ് പുഷ് ബട്ടൺ ഉള്ള ഒരു മൊഡ്യൂൾ വെച്ചിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈപ്പിനെയാണ് DOL സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഈ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പൊടിപ്പിക്കാൻ പോകുന്ന മില്ലുകളിൽ കാണാൻ പൊടിപ്പിക്കുന്ന ആള് ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതൊന്ന് റൺ ചെയ്ത് ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ലിവർ പിടിച്ച് മാറ്റി ഡെൽറ്റയിലോട്ട് മാറ്റുന്നത്. അപ്പൊ അത് സ്റ്റാർ ഡെൽറ്റ ടൈപ്പ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. നമ്മൾ പൊടിപ്പിക്കുന്ന മില്ലുകളിലൊക്കെ മിക്കവാറും കാണുന്ന എല്ലാം മാനുവൽ ടൈപ്സ് ആണ്. അതുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് അതൊന്ന് ആ മോട്ടർ അതിന്റെ സ്പീഡ് ഗെയിൻ ചെയ്ത് അതിന്റെ ടോർക്ക് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ചേഞ്ച് ചെയ്ത് ഡെൽറ്റയിലോട്ട് നമ്മൾ മാറ്റുന്നത്. അപ്പം അത് നമ്മൾ മെയിൻലി കാണുന്ന പിന്നെ VFD സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത് അത് പക്ക പവർ ഇലക്ട്രോണിക്സ് കൺട്രോൾഡ് ആണ്. അതിന്റെ പക്ക മോട്ടോർ പതുക്കെ മോട്ടറിനെ പുഷ്, അതായത് ഒരു ഓട്ടോമാറ്റിക് ടൈപ്പ്
സ്റ്റാർ ഡെൽറ്റ ഓട്ടോമാറ്റിക്കലി എങ്ങനെ വർക്ക് ചെയ്യുക? അല്ല, അങ്ങനെയും പറയാൻ പറ്റത്തില്ല. വി എഫ് ഡി അത് കുറച്ചും കൂടെ കൺവേർട്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇതാണ് മെയിൻലി ഉള്ള 3 സ്റ്റാർട്ടേഴ്സ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ 3 ടൈപ്പ് സ്റ്റാർട്ടേഴ്സിനും 3 രീതിയിലായിരിക്കും നമ്മുടെ സപ്ലൈയിലേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്നാ നിങ്ങൾക്ക് സാറേ പറഞ്ഞു. ഈ വി എഫ് ടി സ്റ്റാർട്ടർ വരുന്നത് ആറോ പാൻറ് പോലുള്ള സാധനങ്ങളാണ് വരുന്നത്. എന്തോ ക്ലിയർ ആകുന്നില്ല എനിക്ക്. ഹലോ. ഈ വി എഫ് ടി സ്റ്റാർട്ടർ വരുന്നത് ആ ആറോ പാൻറ് പോലത്തെ സംഭവങ്ങളില്ലേ, ഹൈറ്റാണ് ഉപയോഗിക്കുന്നത് ഈ വി എഫ് ടി. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വച്ചേക്കുന്ന ഹെഡ്സെറ്റിൽ എനിക്ക് നിങ്ങളുടെ വോയിസ് കേൾക്കുന്നില്ല. വി എഫ് ഡി സ്റ്റാർട്ടർ എന്തിലാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചേ? ആറോ പാനിലാണ് ഉപയോഗിക്കുന്നത്. ആറോ പാൻ ചെയ്യേ വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന ആറോ പാൻറ്റുകളൊക്കെ ഇല്ലേ, വലിയ വലിയ ആറോ ആറോ പ്ലാന്റ്. പാൻറ്റുകളൊക്കെ ഓക്കെ, ആറോ പ്ലാന്റ്. ഐസ് അല്ലല്ലല്ല, വി എഫ് ടി പലതിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ആറോ പ്ലാന്റ് പറഞ്ഞ കറക്റ്റ് അതിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മള് ഈ HNS സിസ്റ്റം ഒക്കെ ഇല്ലേ, നമ്മൾ ബിൽഡിംഗ് സർവീസിലാണ് ഏറ്റവും കൂടുതൽ കാണുന്ന ഈ HNS സിസ്റ്റം. അതായത് നമ്മള് മോട്ടറുകള് നമ്മുടെ ഗ്രൗണ്ടിലോ ബേസ്മെന്റിലോ വെച്ചുകൊണ്ട് നമ്മൾ മേളിലോട്ട് വാട്ടർ പമ്പ് ചെയ്തുകൊണ്ടുള്ള സംഭവം. അതിൽ വി എഫ് ഡി സ്റ്റാർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വി എഫ് ഡി ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വി എഫ് ഡി യൂസ് ചെയ്യുന്ന എവിടാന്ന് ചോദിച്ചാൽ നമുക്ക് മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ഫാക്ടറീസ് ഒക്കെ എടുത്താൽ, നമ്മൾ പെയിന്റ് ഫാക്ടറി അതുപോലത്തെ ഫാക്ടറീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിന്റെ ഡിസോൾവേഴ്സ് അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് മോട്ടോഴ്സിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും എളുപ്പം വി എഫ് ഡി ആണ്. നമ്മൾ സ്റ്റാർ ഡെൽറ്റ എടുത്താലും ഡിഒയിൽ എടുത്താലും മോട്ടോർ ഒറ്റ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആയി ക്ലിയർ ആയി. ഇതിനകത്തൊരു പ്രശ്നം എന്താന്ന് ഈ വെച്ചാൽ ആറോ ഈ പാനിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ ആറോ പ്ലാന്റിൽ വയ്ക്കും. ആറോ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അവിടെ ഞാൻ സ്റ്റാർട്ട് കളിക്കാം. അവിടെ എല്ലാം ഓട്ടോമാറ്റിക് കണ്ടിട്ടില്ലേ, റിലേ പിടിക്കണേ. നമ്മൾ സ്വിച്ച് ഓൺ ആയി തന്നെ ഓട്ടോമാറ്റിക് റിലേ പിടിക്കും, പിന്നെ മോട്ടോർ വർക്ക് ചെയ്യാം. അതെ, അതെ, അതെ. അപ്പൊ അവിടെ ഈ വി കണ്ടാ എഫ് ഡി സ്റ്റാർട്ടേഴ്സ് അതാണ് ഒക്കെ നമ്മുടെ ചോദിച്ചത്. സിസ്റ്റത്തിലോട്ട് തരുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഈ വി എഫ് ഡി സ്റ്റാർട്ടർ ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് ചുമ്മാ നമുക്ക് എല്ലായിടത്തും കൊണ്ട് വി എഫ് ഡി സ്റ്റാർട്ടർ വയ്ക്കാൻ പറ്റില്ല. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ പവർ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്ന എന്ത് എക്യുപ്മെന്റ്സ് എടുത്താലും ഇത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഒരു ഇമ്പാക്ട് വരും. അത് നിങ്ങളൊന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി ആലോചിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്കൊരു സപ്ലൈ സിസ്റ്റം വരുന്നുണ്ട്. ആ സപ്ലൈ സിസ്റ്റത്തിൽ നമുക്ക് തരുന്ന ഒരു സൈൻ വേവ് ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം അല്ലേ? ഒരു സൈൻ വേവ് നമുക്ക് തരുന്നുണ്ട്. ഇത് സപ്ലൈയിൽ വന്നിട്ട് തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോകുമ്പോഴും ഈ സൈൻ വേവ് ആയിട്ട് തന്നെ പോണം. അത് സൈൻ വേവ് ആയിട്ട് പോയില്ലെങ്കിൽ അവിടെ എന്തോ ഇമ്പാക്ട് ഉണ്ടായെന്നാണ് അതിന്റെ അർത്ഥം. ഈ നമ്മൾ റെസിസ്റ്റീവ് ടൈപ്പ് ലോഡ്സ് ഒക്കെ എടുക്കുന്നെങ്കിൽ ഈ സൈൻ വേവ് ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷേ ഈ വി എഫ് ഡി പോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാല് ഈ സൈൻ വേവിന്റെ ഫ്രീക്വൻസി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ മോട്ടറിന്റെ സ്പീഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഈ സൈൻ വേവ് എന്ന് പറയുന്ന ഡിസ്റ്റോർട്ട് ആയിട്ടായിരിക്കും നമുക്ക് തിരിച്ചു വരുന്നത്. ആ ഡിസ്റ്റോഷനെ പറ്റിയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ക്ലാസ്സുകളിൽ, നമ്മുടെ കോളേജിൽ നമ്മൾ പഠിച്ചില്ലേ, ഹാർമോണിക്സ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ പല പല ടൈപ്പ് ഹാർമോണിക്സ് ഉണ്ട്. തേർഡ് ഹാർമോണിക്സ് ഉണ്ട്, ഫിഫ്ത്ത്, എന്താണ്, നയൻത്, സെവൻത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഹാർമോണിക്സ് ഒക്കെ പഠിച്ചില്ലേ. അതാ അതാ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്ത് ടൈപ്പ് ലോഡ് നമ്മൾ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്താലും ആക്ച്വലി ആ ലോഡ് ഒരു ഇമ്പാക്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക്. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു സോക്കറ്റിലേക്ക് ഒരു റെഫ്രിജറേറ്റർ എടുത്ത് കണക്ട് ചെയ്താലോ ഒരു ഓവൻ എടുത്ത് കണക്ട് ചെയ്താലോ ഉണ്ടാകുന്ന ഇമ്പാക്ട് ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫോൺ ചാർജ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്നത്. അതായത് സപ്പോസ് ആ മോട്ടർ നമ്മൾ അങ്ങോട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു 15 ആംപിയർ കറണ്ട് ഡ്രോ ചെയ്യുന്ന ഒരു ഡിവൈസ് ഞാൻ കണക്ട് ചെയ്യുക. സേ അതൊരു ഇൻഡക്റ്റീവ് ടൈപ്പ് ആണെന്ന് വെച്ചോ, ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡാ. അപ്പം സപ്പോസ് ആ 15 ആംപിയർ എടുക്കുന്ന ഒരു മോട്ടറാന്ന് വയ്ക്കുക. ആ മോട്ടറിനെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്റെ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ മോട്ടർ സപ്ലൈയിലേക്ക് ഡിമാൻഡ് ചെയ്യുക, എനിക്ക് 15 ആംപിയർ വേണോ, നല്ല ഡിമാൻഡ് ചെയ്യുന്നത്. ആ മോട്ടറിന്റെ വൈൻഡിങ് ചാർജ് ആയി ഫ്ലക്സ് ജനറേറ്റ് ചെയ്ത് ആ റോട്ടറിനെ കറക്കാനുള്ള, അതിനാ എന്താണ്, ആ ഇൻഡക്റ്റീവ് പവർ ഉണ്ടാക്കാനുള്ള ആവശ്യങ്ങൾ മോട്ടർ സപ്ലൈ എടുത്ത് പറയുക. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാല് നമ്മൾ ഡയറക്റ്റ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 3 to 5 ടൈംസ് ഒക്കെ വരെ ഈ റേറ്റഡ് കറണ്ടിനേക്കാൾ കൂടുതൽ ഈ മോട്ടർ എന്ത് ചെയ്യും, സപ്ലൈയോട് ഡിമാൻഡ് ചെയ്യും.
എനിക്ക് കറണ്ട് വേണമെന്ന്. ഐ മീൻ സേ ഒരു 45 ആംപിയർ എനിക്ക് വേണം. അത് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്താൽ ഗ്രാജുവലി കുറഞ്ഞ് അത് റേറ്റഡ് കറണ്ടിലേക്ക് വരും. പക്ഷെ ഫസ്റ്റ് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് ഇത്രത്തോളം 5 ടൈംസ് അല്ലെങ്കിൽ 6 ടൈംസ് ഒക്കെ എന്താവും ഈ പറയുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മുടെ മോട്ടർ ഈ സപ്ലൈയിലേക്ക് നമുക്ക് കൊടുക്കും. അപ്പൊ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഈ മോട്ടറിന്റെ സപ്ലൈയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് ഈ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഏത് ടൈപ്പ് സ്റ്റാർട്ടർ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ എന്തുമാത്രം ഇമ്പാക്ട് ഈ സപ്ലൈയിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇത് മൊത്തം നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് ആ കൺഫ്യൂഷൻ ആവണ്ട. ഇത് പതുക്കെ റെഡി ആവും അത്. ഇപ്പൊ നമുക്ക് ഇലക്ട്രിക്കലിന്റെ മറ്റേ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ് എടുക്കുന്ന പോലെ ഇത് മൊത്തം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് തീരത്തില്ല. അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ പറയുന്നത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡൗട്ട്സ് ഉണ്ട്, കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കി ഈ മോട്ടറിനും സപ്ലൈക്കും ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് ഈ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റാർട്ടറിന്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന പോലെ ആ, ഈ മോട്ടർ സപ്ലൈയിലേക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഈ പറയുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പം സപ്പോസ് ഈ മോട്ടർ ഡിമാൻഡ് ചെയ്യുക എനിക്ക് എനിക്ക് 10 ടൈംസ് വേണം എന്ന് ഇവിടെ ഒരു സ്റ്റാർട്ടർ ഇല്ലെങ്കിൽ മോട്ടർ ഡിമാൻഡ് ചെയ്യും ചിലപ്പോൾ. അതാ മോട്ടറിന്റെ പഴക്കം, മോട്ടറിന്റെ വൈൻഡിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. സപ്പോസ് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു DOL ടൈപ്പ് സ്റ്റാർട്ടർ ആണെങ്കിൽ നമ്മൾ പറയും ഒരു 3 to 5 ടൈംസ് ആയിരിക്കും അത് ഡിമാൻഡ് ചെയ്യുന്നത്. ഒരു സ്റ്റാർ ഡെൽറ്റ ആണെങ്കിൽ 1.5 ടൈംസ് ആയിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി അതാ VFD ആണെങ്കിൽ 1.2 ടൈംസ് ആയിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മളൊരു സംഭവം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞ ട്രാൻസ്ഫോമറിന്റെ ക്ലാസ് നിങ്ങൾ ചെയ്തു തന്നപ്പോൾ പറഞ്ഞില്ല യൂണിറ്റ് ലോഡ് നമ്മൾ നോക്കിയിട്ട് അത് സ്റ്റാർ ഡെൽറ്റ ആണോ VFD ആണോ നോക്കിയിട്ടാണ് അവിടുത്തെ ട്രാൻസ്ഫോമർ പോലും നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞില്ലേ. അപ്പൊ അത്രത്തോളം ഇമ്പാക്റ്റ് നമ്മുടെ യൂണിറ്റ് ലോഡുകൾക്കും ഇൻഡക്റ്റീവ് ലോഡുകൾക്കും നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അപ്പം നമുക്കിപ്പോൾ റെസിസ്റ്റീവ് ആയിട്ടുള്ള ഏത് ലോഡാ ഉള്ളത്? നിങ്ങളുടെ വീടുകൾ എടുത്താൽ പോലും വീട്ടിൽ പോലും ഇപ്പൊ നമുക്ക് റെസിസ്റ്റീവ് ലോഡ് പറയാനില്ല. കുറെ നാൾ മുമ്പായിരുന്നേ നമുക്ക് എന്താണ് നമ്മുടെ ബൾബൊക്കെ പറയായിരുന്നു. ബൾബ് പിന്നെ മറ്റേ വേറെ എന്താ റെസിസ്റ്റീവ് ആയിട്ടുള്ള ഹീറ്ററും പറ്റത്തില്ല ഇപ്പൊ. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റെസിസ്റ്റീവ് ലോഡില്ല. നമ്മുടെ ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന CFL പോലും നമ്മുടെ ഫോൺ ചാർജർ പോലും ഈ എല്ലാ സംഭവങ്ങളും നമ്മൾ ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡ്സ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു സിസ്റ്റത്തിലെ ഓൾമോസ്റ്റ് 70 to 75% ലോഡ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ലോഡ്സ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കേബിൾ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ നമ്മൾ ഇത് കൺസിഡർ ചെയ്യണം. അതിന്റെ കാര്യം നമ്മൾ 10 HP മോട്ടർ എടുത്ത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊടുത്ത് അവിടെ ഇടേണ്ട കേബിൾ എങ്ങനെയാ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്? അവിടെ ഏത് ടൈപ്പ് സ്റ്റാർട്ടറാ യൂസ് ചെയ്തേക്കുന്നത്? ആ സ്റ്റാർട്ടർ യൂസ് ചെയ്തേക്കുന്ന സ്റ്റാർട്ടറിനനുസരിച്ച് അവിടെ ഈ പറയുന്ന സപ്ലൈയിൽ നിന്ന് ഈ പറയുന്ന മോട്ടറിലേക്കുള്ള എന്താണ് ഈ പറയുന്ന കറണ്ട് ഫ്ലോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കേബിൾ ക്രോസ് സെക്ഷൻ ഏരിയ നമ്മൾ കൊടുക്കണം. ആ ക്രോസ് സെക്ഷൻ ഏരിയ കൊടുത്തില്ലെങ്കിൽ അവിടെ ഓവർ ഹീറ്റ് ആകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് ക്ലിയർ. ഓക്കെ. അപ്പം ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോ പറഞ്ഞതൊന്ന് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു ലോഡ് 2 ടൈപ്പ് ലോഡ് നമുക്ക് ഇതുപോലൊന്നും ഒരു എക്സാമ്പിൾ നമ്മുടെ സൈറ്റിൽ കിട്ടത്തില്ല. ഞാൻ ജസ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറയുന്നതെന്നുള്ളേ ഉള്ളൂ. ഒരു 53 കിലോവാട്ടിന്റെ ഒരു ലോഡ്, അതിന്റെ ലെങ്ത് ഓഫ് ദ കേബിൾ 140 മീറ്റർ. അതായത് നമ്മുടെ സപ്ലൈ നമ്മുടെ ഒരു സ്ഥലത്താണെങ്കിൽ സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കേബിളിന്റെ സെൻഡിങ് എൻഡ്. ആ കേബിളിന്റെ സെൻഡിങ് എൻഡ് അല്ലെങ്കിൽ ഈ പാനൽ എന്ന് പറയുന്നത് നമുക്ക് 140 മീറ്റർ ദൂരെയാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ലോഡിൽ നിന്ന് 140 മീറ്റർ ദൂരെയാണ്. ഇതിന് പ്രത്യേകിച്ച് സ്റ്റാർട്ടർ ഒന്നുമില്ല. നമ്മൾ 53 കിലോവാട്ട് വളരെ സ്ട്രെയിറ്റ് ലോഡ്. അത് ചിലപ്പോൾ റെസിസ്റ്റീവ് ആയിരിക്കാം. അത് പ്രത്യേകിച്ച് നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അത് ഏത് ടൈപ്പ് ലോഡാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്കൊരു ഒരു 53 കിലോവാട്ടിന്റെ ഒരു 140 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കേബിളും ഇതിന്റെ പ്രൊട്ടക്ഷൻ ഡിവൈസും നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യുന്നത് നോക്കാം. എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് ചെയ്യേണ്ട 53 കിലോവാട്ട്. ആദ്യം അറിയേണ്ടത് അവിടെ എത്ര ലോഡ് കറണ്ട് വരും എന്നുള്ളത് അറിയണം. അതായത് അവിടുത്തെ IL വാല്യൂ എത്ര എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പം IL കണ്ടുപിടിക്കുക. അതിനെന്താ ചെയ്തേക്കുന്നത്? 1.74 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു 53 കിലോവാട്ട്. അപ്പൊ എന്ത് കിട്ടി?
നമുക്ക് 92.2 ആംബിയർ ആണ് അവിടുത്തെ ലോഡ് കറണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ എന്താണ് 92 ആണെങ്കിൽ അതിന്റെ അടുത്തുള്ള MCCB സെലക്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എടുത്തതാണ് 100 ആംബിയറിന്റെ MCCB സെറ്റ് അറ്റ് 100 എന്ന് തന്നെ. ഇതല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം, 120 ആംബിയറിന്റെ MCCB സെറ്റ് അറ്റ് ഈ പറയുന്ന 100 ഉണ്ടെങ്കിൽ 100 ആംബിയർ എന്ന് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 160 ആംബിയറിന്റെ MCCB എടുക്കാം, അത് സെറ്റ് ചെയ്യാം 100 ആംബിയറിൽ, ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ 100 ആംബിയറിന്റെ MCCB എടുത്ത് ഫുൾ ലോഡിൽ അങ്ങ് സെറ്റ് ചെയ്തേക്കുക. കാര്യം ഇതിനകത്ത് പ്രത്യേകിച്ച് റെസിസ്റ്റീവ് ലോഡാണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് ഏത് ടൈപ്പ് എന്താണ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഇല്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 53 കിലോ വാട്ടിന്റെ ഒരു ലോഡ് ഞാൻ സപ്ലൈ കണക്ട് ചെയ്തു, ഇതെങ്ങനെ വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ 92 ആംബിയർ ആ കിട്ടിയത്. നമുക്ക് 92 ആംബിയറിന്റെ MCCBs ഒന്നും ഇല്ല, 92.2 ആംബിയറിന്റെ MCCB ഇല്ല. സോ അതിന്റെ അടുത്തുള്ള വാല്യൂ ഞാൻ 100 ആംബിയർ എടുത്തു, പിന്നെ 100ൽ ഞാൻ സെറ്റ് ചെയ്തു. അപ്പം ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത എന്താണ്, എനിക്ക് ആ കേബിൾ സെലക്ട് ചെയ്യണം. ആ കേബിൾ സെലക്ട്, ഇതിന്റെ എല്ലാം ചാർട്ടൊക്കെ ഞാൻ അയച്ചു തരാം കേട്ടോ. ഇത് ഓക്കെ. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയ 100 ആംബിയറിലല്ലേ നമ്മൾ സെറ്റ് ചെയ്യുക. സോ നോക്കുക 100 ആംബിയറിന് കറന്റ് ക്യാരിങ് കപ്പാസിറ്റി നമ്മൾ നോക്കുക 100 ആംബിയർ. അല്ലെങ്കിൽ ഇവിടെ ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് നോക്കിയാൽ മതി. ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് നോക്കുമ്പോൾ 100 ആംബിയറിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കേബിൾ 70 സ്ക്വയർ എമ്മിന്റെ കേബിളാണ്. അപ്പം ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് 100 ആണ്, ഇവിടുത്തെ കേബിളിന്റെ സൈസ് 70 ആണ്. നിങ്ങൾ ആലോചിക്കണം, 70യിൽ കൂടെ നമുക്ക് പോകുന്ന കറന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 70 സ്ക്വയർ റൂമിൽ നമുക്ക് 135 ആംബിയർ പോകും. നമ്മൾ കോളേജുകളിൽ നമ്മൾ സിസ്റ്റം ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഏത് കേബിൾ സെലക്ട് ചെയ്താലും ആ കേബിളിന്റെ 20% എക്സ്ട്രാ, അതായത് നമുക്ക് 100 ആംബിയറാ പോകണ്ടെങ്കിൽ നമ്മൾ 120 ആംബിയറിന് ഡിസൈൻ ചെയ്യും. അതിന്റെ കാരണം കൂടുതൽ കറണ്ട് വന്നാലോ അല്ലെ ഓവർ ഹീറ്റിംഗ് വന്നാലോ നമ്മുടെ ഇൻസുലേഷൻ ഫെയിലിയർ ഒന്നും വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ 20 to 30% എപ്പോഴും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഈ ചാർട്ട് ഉണ്ടാക്കിയേക്കുന്നത് അത് നോക്കിയിട്ടാ. അപ്പം ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് 100 ആണ്. അതിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിക്കേണ്ട കേബിൾ 70 ആണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 70 സ്ക്വയർ എമ്മിന്റെ കേബിളിൽ കൂടെ പോകുന്ന കറണ്ട് 135 ആണ്. അപ്പൊ ഈ ചാർട്ട് ഓട്ടോമാറ്റിക്കലി ഒരു സേഫർ സൈഡിലാണ് ഈ ചാർട്ട്. അപ്പൊ നമ്മൾ ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് നോക്കി ഇത് കണ്ടുപിടിച്ചാൽ 70 സ്ക്വയർ എമ്മിന്റെ കേബിൾ നമ്മൾ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കേബിളിൽ കൂടെ 135 ആംബിയർ ആണ് പോകുന്നത്. നമുക്കിവിടെ 135 വേണ്ട, 100 മതി. പക്ഷെ ഓട്ടോമാറ്റിക്കലി ആ ചാർട്ട് ഒരു സേഫർ സൈഡിലാണ് നമുക്ക് കിടക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ്, ഈ 100 ആംബിയറിന്റെ MCCB കൊടുത്ത് നമ്മൾ 100 സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ആ കേബിൾ നമുക്ക് കിട്ടിയേക്കുന്ന ചാർട്ടിൽ നിന്ന് നമുക്ക് 70 സ്ക്വയർ എമ്മിന്റെ കേബിൾ വേണമെന്ന് മനസ്സിലായി. അപ്പൊ അടുത്ത എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താ, 70 സ്ക്വയർ എമ്മിന്റെ കേബിൾ സെലക്ട് ചെയ്ത് അടുത്ത് ചെക്ക് ചെയ്യേണ്ട വോൾട്ടേജ് ഡ്രോപ്പാണ്. വോൾട്ടേജ് ഡ്രോപ്പ് ചെക്ക് ചെയ്യാൻ എന്ത് വേണം, 70 സ്ക്വയർ എമ്മിൽ വോൾട്ടേജ് ഡ്രോപ്പ് എത്ര വരുന്നുണ്ടെന്ന് നോക്കുക. 70 സ്ക്വയർ എമ്മിൽ ഇത് നോക്കരുത്, 1.1. അതിന്റെ കാര്യം സിംഗിൾ ഫേസ് ആണ്. ഐ മീൻ സിംഗിൾ ഫേസ് ഒറ്റ കേബിൾ ആണ്. നമുക്ക് 70 സ്ക്വയർ എമ്മിന് നമ്മളിപ്പോൾ ത്രീ ഫേസ് ആയതുകൊണ്ട് ഇവിടെ 3 അല്ലെങ്കിൽ 4 കോർ ആയിരിക്കുമല്ലോ നമ്മളുടെ 3.5 അല്ലെ 4 കോർ ആയിരിക്കും ഇടുന്നത്. ഇപ്പൊ ഇതാ നോക്കേണ്ട, 70 സ്ക്വയർ എമ്മിൽ നോക്കുമ്പോൾ 0.93 ആണ് അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത്. വോൾട്ടേജ് ഡ്രോപ്പ് അല്ല, വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്റർ. അപ്പം വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംബിയർ പെർ മീറ്റർ നമുക്ക് കിട്ടിയത് 93. പിന്നെ അതിൽ നമ്മൾ സെറ്റ് വാല്യൂ എത്ര, നമ്മൾ 100 ഇൻറ്റു അതിന്റെ ലെങ്ത് എത്ര, 140. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1000 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ഈ 13.02. പറ്റില്ല. അതിന്റെ കാര്യം എന്താ, നമ്മുടെ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് 3 ഫേസിൽ 12.45 നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പിനേക്കാൾ കൂടുതലാണ് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പൊ എന്ത് വേണം, അപ്പൊ എന്താ അടുത്ത് ചെയ്യണ്ടേ, വോൾട്ടേജ് ഡ്രോപ്പ് എന്തുകൊണ്ടാണ് കൂടുന്നത്? ഒരു കേബിളിന്റെ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ട്, ആ കേബിൾ ഒരു പർട്ടിക്കുലർ ലെങ്ത് പോകുന്നുണ്ട്. ആ ലെങ്ത് പോകുമ്പോൾ ഈ വോൾട്ടേജ് ഡ്രോപ്പ് വരാനുള്ള കാര്യം ബേസിക്കലി അതിലുണ്ടാകുന്ന ഹീറ്റാണ്. ആ ഹീറ്റ് ഉണ്ടാകുന്ന I²R ലോസ് കൊണ്ടാണ് അല്ലേ. അപ്പൊ I²R ലോസ് കൊണ്ട് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന എന്താ, നമുക്ക്
നമുക്ക് ഇതിൽ കൂടെ ഉണ്ടാകുന്ന ഇതിൽ പോകുന്ന കറണ്ടിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് 100 ആംപിയർ പോകേണ്ട 100 ആംപിയർ തന്നെ പോകണം. പിന്നെ നമുക്കുള്ള റെസിസ്റ്റൻസാ. ഈ റെസിസ്റ്റൻസ് ഓഫ് ദ കേബിൾ കുറയ്ക്കാൻ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ എന്ത് വേണം, അലൂമിനിയം അല്ല കോപ്പറും അല്ല ഉപയോഗിക്കണം, അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഏതെങ്കിലും ഉപയോഗിക്കണം. അപ്പൊ ഇതൊന്നും നമ്മുടെ മുമ്പിൽ ഫീസിബിൾ അല്ല. അപ്പൊ ഫീസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? സേ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻക്രീസ് ചെയ്യുക. അതായത് അതായത് ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. അപ്പൊ എന്താണ്, നമ്മുടെ ക്രോസ് സെക്ഷൻ ഏരിയ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ റെസിസ്റ്റൻസ് കുറയും. അതായത് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞില്ലേ, നമ്മളൊരു ചെറിയ ട്യൂബിൽ കൂടെ നമ്മൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് കയറ്റി വിടാൻ പോയത് ബുദ്ധിമുട്ടായി. വേണ്ട, നം- നമ്മുടെ റോഡ്, അത് നമ്മൾ ചെറിയ റോഡിൽ കൂടെ കുറെ വണ്ടികൾ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളൊരു 4 ട്രാക്ക് ആക്കുക, 6 ട്രാക്ക് ആക്കുക. അപ്പൊ എന്താണ്, ആ മൂവ്മെന്റ് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ എന്താണ്, നമ്മൾ ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടുക, അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസ് കുറയും. ആ റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഒബ്വിയസ്ലി അവിടുത്തെ ഹീറ്റ് കുറയും. അപ്പൊ എന്താ പറ്റുന്നത്, അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. ജസ്റ്റ് ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ 70 സ്ക്വയർ എംഎമ്മിൽ വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംപിയർ പെർ മീറ്റർ 0.93 ആണ്. പക്ഷെ നിങ്ങൾ ആ 95 ഒന്ന് നോക്കിയേ, വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംപിയർ പെർ മീറ്റർ എത്ര, അത് കുറഞ്ഞു. എത്രയായി? 0.68 ആയി. അതായത് ക്രോസ് സെക്ഷൻ ഏരിയ കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംപിയർ പെർ മീറ്റർ നമുക്ക് കുറയുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് അല്ല കിട്ടിയ, ഓക്കെ വേണ്ട, അത് എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ തൊട്ട് മുകളിലത്തെ റേറ്റിംഗ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംപിയർ പെർ മീറ്റർ ഏതാന്ന് നോക്കുക. അപ്പൊ നമുക്ക് 95 സ്ക്വയർ എമ്മിന്റെ കേബിൾ എടുത്ത്, അപ്പൊ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംപിയർ മീറ്റർ നമുക്കറിയാം 0.68 ആണെന്നറിയാം. അത് നമ്മൾ എന്ത് ചെയ്ത്, 0.68 ആയതുകൊണ്ട് അതിനെ 100 140 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 8.82. സോ ദിസ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പിനേക്കാൾ കുറവാണ്. സോ ഇറ്റ്സ് അപ്രൂവ് ചെയ്യാം നമുക്കിത്. സോ ഇതിനെ നമ്മൾ നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കും, ഇതാ ഒരു എം സി സി ബി കൊടുത്തിട്ടുണ്ട്, 100 ആംപിയറിന്റെ എം സി സി ബി ആണ്, അത് സെറ്റ് അറ്റ് 100 ആംപിയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ 95 സ്ക്വയർ എമ്മിന്റെ കേബിളാണ് യൂസ് ചെയ്തേക്കുന്നത്, 3.5 കോർ AYFA കേബിൾ. നമുക്ക് ഇതിനെ ഈ രീതിയിൽ എഴുതാം, 3.5 C ഇൻറ്റു 95 AYFI. ഇത് എഴുതിയാൽ ഇത് തന്നെയാണ് അതിന്റെ മീനിങ്. പിന്നെ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, സെൻഡിങ് എൻഡിലും റിസീവിങ് എൻഡിലും നമ്മൾ പ്രൊട്ടക്ഷൻ ഡിവൈസ് കൊടുക്കണം. ഒരു കേബിളിന്റെ സെൻഡിങ് എൻഡ് എടുത്താലും റിസീവിങ് എൻഡ് എടുത്താലും അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് കാണും. അപ്പൊ ഇതിൽ നമ്മളിവിടെ MCCB കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഒരുപാട് കൂട്ടണ്ടെന്നുള്ളതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, ഞാൻ ഒരു ഐസൊലേറ്റർ കൊടുത്തു. ഇനി ഇവിടെ കുറച്ചും കൂടെ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ MCCB മാറ്റി നമുക്ക് സ്വിച്ച് ഡിസ്കണക്റ്റഡ് ഫ്യൂസ് കൊടുക്കാം. അപ്പൊ എന്താ, ഒരു സ്വിച്ചും കാണും, ഒരു ഫ്യൂസും കാണും, പിന്നെന്താണ് ഇതേപോലെ വന്നിട്ട് ഒരു ഐസൊലേറ്ററും പിന്നെ ഡിവൈസും കാണും. അപ്പൊ ഈ സ്ഥലത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും 100 ആംപിയർ എടുത്തിട്ട് 100 ആംപിയർ കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ 120 ആംപിയറിന്റെ സ്വിച്ചും നമ്മൾ 100 ആംപിയറിന്റെ ഫ്യൂസും കൊടുക്കാം നമുക്ക്. ഇത് ക്ലിയർ ആണല്ലോ ഇത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. ഇതാണ് ഒരു എക്സാമ്പിൾ. നമ്മുടെ അടുത്ത എക്സാമ്പിൾ നമ്മൾ ചോദിച്ചേ, നമ്മൾ 30 HP യുടെ ഒരു ഡിവൈസ് 25 മീറ്റർ സ്റ്റാർ ഡെൽറ്റ കൊടുത്തിട്ടുണ്ട്. അതായത് 30 HP യുടെ ഒരു ഡിവൈസ് ഉണ്ട്, അതായത് 30 HP യുടെ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിനെ ഞാനൊരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വെച്ച് ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. 25 ആംപിയർ ആണ് 25 ആംപിയർ ആണ് കേബിളിന്റെ ലെങ്ത്. സെയിം പ്രൊസീജിയർ. എന്താ, നമുക്ക് ആദ്യം വേണ്ട കിലോ വാട്ട് വേണം. അപ്പൊ 30 HP കിലോ വാട്ടിലോട്ട് മാറ്റണം. എന്താ, ഇൻറ്റു 0.746. അപ്പൊ നമുക്ക് കിലോ വാട്ട്സ് കിട്ടി. ആ കിലോ വാട്ടിനെ നമ്മൾ കറണ്ട് IL കണ്ടുപിടിക്കണം, ലോഡ് കറണ്ട്. അപ്പൊ എന്താ, 1.74 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് അവിടുത്തെ IL കിട്ടി. അപ്പൊ നമ്മൾ അടുത്ത് നോക്കേണ്ടത് എന്താ, ഇത് എന്ത് ടൈപ്പ് ലോഡ്, വാട്ട്സ് ലോഡ്. ഇത് HP ആണ്, മോട്ടറാണ്. സ്റ്റാർ ഡെൽറ്റ ആണ് സ്റ്റാർട്ടർ എന്നും പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർ ഡെൽറ്റ ആണ് സ്റ്റാർട്ടർ എങ്കിൽ നമ്മൾ എന്താ 1.5 ടൈംസ് വരെ അതിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് നമ്മുടെ ഡിസൈനിൽ കൺസിഡർ ചെയ്യണം. സോ അത് കൺസിഡർ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അവിടെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി, എനിക്ക് അവിടുത്തെ സ്റ്റാർട്ടിംഗ് കറണ്ട് കിട്ടി. ഇത് നിങ്ങളുടെ പ്രൊസീജിയറായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നാൽ തന്നെ നിങ്ങൾക്ക് ഇത് ഓരോ ലോഡ് കിട്ടുമ്പോഴും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് HP, അത് മാറ്റി ഇത് മാറ്റി, ഇത് പിന്നീട് കുറച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊരു അതുമായിട്ടൊന്ന് ശീലമാകുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പം അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് കറണ്ട് കിട്ടി. അപ്പൊ എന്ത് കിട്ടി, 58.5 ആംപിയർ. നിങ്ങൾക്ക് അടുത്തൊരു എക്സാമ്പിൾ മനസ്സിലാൻ വേണ്ടി ഞാൻ 100 ആംപിയറിന്റെ MCCB എടുത്ത് 63 സെറ്റ് ചെയ്ത്.
വേണ്ട, എനിക്ക് വേണേൽ 63 ആംപിയറിന്റെ MCBCB എടുത്ത് 63-ൽ സെറ്റ് ചെയ്യാം. വേണേ 80 ആംപിയറിന്റെ എടുത്തിട്ട് വേണമെങ്കിൽ എനിക്ക് 80 ആംപിയറിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ 100 എടുത്ത് 63 സെറ്റ് ചെയ്തു. ഇനി ഒരു ഫ്യൂച്ചർ ലോഡ് വരുവാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും വരണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ എന്താ ഇവിടുത്തെ സെറ്റ് വാല്യൂ 63 ആണെന്ന് മനസ്സിലായി. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഇവിടുത്തെ കേബിൾ ഏത് സെലക്ട് ചെയ്യണം. എന്താണ് 63-ൽ സെറ്റ് ചെയ്യാൻ നമ്മുടെ ചാർട്ട് നോക്കുക. 63 ആംപിയർ, ഇതെത്ര 35ന്റെ കേബിൾ. പിന്നെ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. 63 ആംപിയർ മതി നമുക്ക്. നമ്മൾ 35ന്റെ കേബിൾ സെലക്ട് ചെയ്താൽ നമുക്ക് 90 ആംപിയറോളം നമുക്ക് ആ കേബിളിൽ കൂടെ പാസ് ചെയ്യാം സേഫ് ആയിട്ട്. അപ്പൊ 35 ആംപിയർ, സോറി 35 സ്ക്വയർ എമ്മിന്റെ കേബിളിൽ നമുക്കുള്ള വോൾട്ടേജ് ഡ്രോപ്പ് പെർ ആംപിയർ പെർ മീറ്റർ എന്ന് പറയുന്നത് 1.8 ആണ്. സോ നമ്മൾ എന്താ 35ന്റെ കേബിൾ സെലക്ട് ചെയ്തു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കും. എന്താ 1.8 ഇൻറ്റു 63 ആംപിയർ. എന്താ അവിടെ നമ്മുടെ സെറ്റ് വാല്യൂ 63 ആംപിയർ. പിന്നെ ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ എന്താ അവിടുത്തെ ലെങ്ത് ഡിവൈഡ് ബൈ 1000. അത് ചെയ്തപ്പോൾ നമുക്ക് 2.8 വോൾട്ട് കിട്ടി, വിച്ച് ഈസ് ലെസ് ദാൻ പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ്. സോ ഇത് നമുക്ക് ഓക്കെ ആണ്. അപ്പൊ എന്താണ്, ഞാൻ 100 ആംപിയറിന്റെ MCCB എടുത്തു. സെറ്റ് അറ്റ് 63 ആണ്. ഇവിടെ 35 സ്ക്വയർ എമ്മിന്റെ കേബിള് ഞാൻ കൊടുത്തു. 3.5 AF കേബിള്. ഇവിടെ 100 ആംപിയറിന്റെ ഒരു ഐസൊലേറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ സ്റ്റാർ ഡെൽറ്റയാണ് എടുത്തേക്കുന്നതെങ്കിൽ അവിടെ സ്റ്റാർ ഡെൽറ്റ എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കാണിക്കണം. അതൊന്നെങ്കിൽ സെൻഡിങ് എൻഡിൽ കാണിക്കുക, അല്ല റിസീവിങ് എൻഡിൽ കാണിക്കുക. ഇപ്പം ഞാൻ സെൻഡിങ് എൻഡിലാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ആ സ്റ്റാർ ഡെൽറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാർ ഡെൽറ്റ എന്ന് പറഞ്ഞൊരു ഒരു ഒരു നൊട്ടേഷൻ ഇതിൽ കാണിക്കണം. കാണിച്ചിട്ടാണ് ഇവിടെ നമ്മളൊരു ഐസൊലേറ്റർ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഈ 30 HP വയ്ക്കുന്നത്. അപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത് സ്റ്റാർ ഡെൽറ്റ ടൈപ്പ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്നുള്ളത്. ഇവിടെ 30 HP മോട്ടറും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലുള്ള മിസ്റ്റേക്ക് ഇവിടെ ഞാൻ സ്റ്റാർ ഡെൽറ്റ എന്നുള്ളത് ഇവിടെ ഞാൻ കാണിച്ചിട്ടില്ല, വിട്ടുപോയതാണ്. അപ്പം അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം അടുത്ത ദിവസം ഇത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇത് നിങ്ങളൊരു അസൈൻമെന്റ് ആയിട്ട് ചെയ്തിട്ട് അയച്ചു തരിക. ഈ 35 കിലോവാട്ടിന്റെ 11 ടണ്ണിന്റെ നമ്മൾ VFD യൂസ് ചെയ്തും സ്റ്റാർ ഡെൽറ്റ യൂസ് ചെയ്യും. അപ്പൊ ഇതിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഇവിടെ കിലോവാട്ട് കിടന്നുകൊണ്ട് എന്താ ഞാൻ ഈ VFD സ്റ്റാർട്ടിങ് ചെയ്യുന്നതെന്ന്. ഈ കിലോവാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് റെസിസ്റ്റീവ് ലോഡാന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ അത് ആ ഡിവൈസ് ഒരു 50 HP എന്തെങ്കിലും ഒരു മോട്ടർ എന്തെങ്കിലും ആണെങ്കിൽ അതിന് മൾട്ടിപ്ലൈ ചെയ്ത് അവർ 35 കിലോവാട്ടും തരും. അപ്പം ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിവൈസ് എപ്പോഴും നമ്മൾ കിലോവാട്ട് കാണുമ്പോൾ അത് റെസിസ്റ്റീവ് ആണെന്ന് വിചാരിക്കരുത്. കിലോവാട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ആക്റ്റീവ് പവർ അത്ര എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആക്റ്റീവ് പവർ എത്ര എടുക്കുന്നോ ആ പർട്ടിക്കുലർ ഡിവൈസ് അല്ലെ മൾട്ടിപ്പിൾ ഡിവൈസസ് ആയിരിക്കും, അല്ലെ കുറച്ച് ഒരു കോമ്പിനേഷൻ ഓഫ് ഡിവൈസസ് ആയിരിക്കും. ആ ഡിവൈസസ് എടുക്കുന്നത് എന്താണ്, ഞാൻ ഈ ഡിവൈസിനെ VFD കൊണ്ട് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ലോഡ് കിലോവാട്ട് ടണ്ണ് HP അത് കണ്ടോണ്ട് അത് മോട്ടറാണോ അത് കപ്പാസിറ്റീവ് ആണോ ഇൻഡക്റ്റീവ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഏത് ടൈപ്പ് ലോഡ് ആയിക്കോട്ടെ VFD വെച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ മീനിങ്. അപ്പൊ ഈ 2 എക്സാമ്പിൾ നിങ്ങൾ ചെയ്തിട്ട് അസൈൻമെന്റ് ആയിട്ട് ഒന്ന് അയച്ചു തരാം. വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ശരി. പിന്നെ സാറേ പറഞ്ഞോ. സാറേ ഓ ഈ സിംഗിൾ ഫേസിന്റെ മോട്ടറിന് വരുമ്പോ സ്റ്റാർട്ടർ വരുന്നില്ലല്ലോ, അവിടെ ഒരു കപ്പാസിറ്റർ ബോക്സ് മാത്രമേ വരുള്ളൂ. വരത്തുള്ളൂ. സിംഗിൾ ഫേസ് ഒക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഡ്യുവൽ സ്റ്റാർട്ടറോ ആ മോട്ടറിന് അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യത്തേ ഉള്ളൂ. അതിനൊന്നും സ്റ്റാർട്ടേഴ്സ് കാര്യം എന്ന് വെച്ചാൽ അതെല്ലാം ഇപ്പൊ തന്നെ പറഞ്ഞു. ഇപ്പൊ വരുന്ന ഡിയോയിലല്ല, ഇപ്പൊ സാധാ ഒരു ബോക്സ് അല്ലേ, ഒരു കപ്പാസിറ്റർ ഒരു കപ്പാസിറ്റർ കാണും, ഒരു ചെറിയൊരു കപ്പാസിറ്റർ കാണും, അതിലൊരു പുഷ് ബട്ടൺ, 2 പുഷ് ബട്ടൺ കാണും. അത് ഈ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കപ്പാസിറ്റർ ശരിക്കും നമ്മൾ കൊടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവിടുത്തെ പവർ ഫാക്ടറിന്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ നിങ്ങൾക്ക് എന്താണ് APFC പാനലിലെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏത് ടൈപ്പ് ലോഡാണെങ്കിലും ഇപ്പം നമുക്ക് നമ്മുടെ ഇതിനകത്ത് ഒരു ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കപ്പാസിറ്റേഴ്സ് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്ന. പക്ഷെ നമ്മുടെ ഫാനിൽ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ അതിനല്ല കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ വേറൊരു കാര്യമുണ്ട്. അത് പവർ ഫാക്ടറിന് വേണ്ടി മാത്രമല്ല, നമുക്ക് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഇല്ലേ, നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ നമുക്ക്
നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സിംഗിൾ ഫേസ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതെന്ത് വേണമെന്ന് വെച്ചാൽ ആ ഫേസിനെ നമ്മൾ കൊടുക്കുന്ന ഫേസ് സിംഗിൾ ഫേസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. ആ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ അതിന്റെ അതുകൊണ്ടാണ് നിങ്ങൾ ഫാൻ നോക്കിയാൽ ഫാനിലൊരു കപ്പാസിറ്റർ കാണാം. അതിന്റെ കാരണം ഫാൻ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. ആ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സിംഗിൾ ഫേസിൽ കൊടുത്താൽ ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതൊരിക്കലും അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ കൊടുക്കുന്ന സിംഗിൾ ഫേസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്ത് ടു ഫേസ് പോലെ ആക്കും. ടു ഫേസ് ആക്കിയിട്ടാണ് ആ മോട്ടറിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫാനിന്റെ കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ ഫാൻ ഇങ്ങനെ കിടന്ന് ജസ്റ്റ് എന്താണ് ഏ, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത് കറങ്ങത്തില്ല. ഇതേ സെയിം തന്നെയാണ് ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വരുമ്പോഴും. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ വലിയ യൂണിറ്റ് ലോഡ്സ് വരുമ്പോൾ അവിടെ ഡയറക്റ്റ് കപ്പാസിറ്റർ കൊടുത്തേക്കുന്നതാണ്. അത് വേറെ ആവശ്യത്തിന് കൊടുത്തേക്കുന്നത്. അത് ത്രീ ഫേസിനകത്തൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ഒരു കപ്പാസിറ്റർ ആണ്. അതൊരിക്കലും അതിന് സ്റ്റാർട്ട് ചെയ്യാനല്ല. അത് ത്രീ ഫേസ് മോട്ടറിന് അത് ഓട്ടോമാറ്റിക്കലി ത്രീ ഫേസിൽ സ്റ്റാർട്ട് ആയിക്കോളൂ. അത് ക്ലിയർ ആണോ അത്? ഒക്കെ clear ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും ഇത് ഇതിന്റെ ചെയ്തിട്ട് ക്ലാസ് ഒന്ന് അപ്ലോഡ് ചെയ്യോ? അപ്ലോഡ് ചെയ്തേക്കാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാം. എന്താ ഓക്കെ. ഇതിന്റെ നോട്ട്സ് ചെയ്ത് കുറച്ച് ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ആ കാൽക്കുലേഷൻ നോട്ട്സ് കുഴപ്പമില്ല. ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ സമയം കളയാം. കാര്യം എനിക്കും